Hello everyone, it's me Shana. Welcome to my YouTube channel Science Home Tutor Learn Easy. ഓക്കെ, നമുക്ക് 7th ചാപ്റ്റർ കൺസർവേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് നോക്കാം. ഞാൻ കുറച്ച് ലേറ്റായി ഈ ചാപ്റ്റർ ഇടാനായിട്ട്. ഒരുപാട് റിക്വസ്റ്റുള്ളൊരു ചാപ്റ്ററാണിത്. സോ ഇനി കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് വൈകിയാലും ഇടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ടു ദ പോയിന്റ്സ് പറഞ്ഞു പോവാം. കാരണം എക്സാമിന് കൂടുതൽ ഹെൽപ്പ് ആവുന്ന രീതിയിലാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. 8th തന്നെ ഒരുപാട് സയൻസിൻ്റെ ചാപ്റ്റേഴ്സ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ, ആദ്യമായിട്ട് എൻ്റെ ക്ലാസ്സസ് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് കയറി നോക്കി അതിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് നോക്കുക കേട്ടോ. ക്ലാസ്സസിൻ്റെ ലിങ്കൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താലും എല്ലാത്തിൻ്റെയും പാർട്ട് 1ലേക്ക് നിങ്ങൾക്ക് കയറാൻ പറ്റും. എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ ആൻഡ് ഫീഡ്ബാക്സ് ഒക്കെ എന്നെ അറിയിക്കണം കേട്ടോ. സോ ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഡീഫോറസ്റ്റേഷനെ കുറിച്ചിട്ടാണ്. ഡീഫോറസ്റ്റേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഓഫ് കോഴ്സ് നമ്മുടെ ഫോറസ്റ്റ് ഒക്കെ വെട്ടി നശിപ്പിക്കുക അല്ലേ, കട്ടിങ് ഓഫ് ട്രീസ്, പ്ലാന്റ്സ് എല്ലാം അല്ലേ. സോ എന്തൊക്കെ കൊണ്ടാണ് ഈ ഡീഫോറസ്റ്റേഷൻ സംഭവിക്കുന്നത്? കോസസ് എന്തൊക്കെയാണ്, അതിൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണ്, എന്തെല്ലാം ഡീഫോറസ്റ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മൾ നേരിടേണ്ടി വരുന്നത്. സോ ഈ ഡീഫോറസ്റ്റേഷൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കുറേ പ്ലാന്റ്സ്, അനിമൽസ് എല്ലാം ഈ ഫോറസ്റ്റ് നശിക്കുന്നതിനോടൊപ്പം അവർക്കും നാശം സംഭവിക്കുകയാണ്. ഒരുപാട് എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് പോകുന്നുണ്ട് അല്ലെ. അതായത് എക്സ്റ്റിങ്ക്റ്റ് എന്ന് വെച്ചാൽ വംശനാശം സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, എൻഡേഞ്ചേർഡ് ആയിട്ടുണ്ട്. അതായത് വംശനാശം സംഭവിക്കാൻ സാധ്യതയുള്ള അനിമൽസ്, അവരെ കുറിച്ചൊന്ന് നോക്കണം നമുക്ക്. അതുപോലെ നമ്മുടെ ഗവൺമെന്റ് ഇതിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി വൈൽഡ് ലൈഫും ഫോറസ്റ്റ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, നാഷണൽ പാർക്ക്, ബയോസ്ഫിയർ റിസർവ്, ഇതൊക്കെ എന്താണെന്ന് നോക്കണം. ആൻഡ് ഈ ഡീഫോറസ്റ്റേഷൻ എങ്ങനെ തടയാം? അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് റീഫോറസ്റ്റേഷൻ, ഫോറസ്റ്റിനെ തിരിച്ചു കൊണ്ടുവരിക, കൂടുതൽ പ്ലാന്റ്സ് ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടാണ് ഇത് മെയിൻ ആയിട്ട് ഈ ചാപ്റ്റർ സംസാരിക്കുന്നത്. സോ വാട്ട് ഈസ് ഡീഫോറസ്റ്റേഷൻ? ഡീഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ക്ലിയറിംഗ് ഓഫ് ഫോറസ്റ്റ് ആണ് അല്ലേ. അത് ഫോറസ്റ്റിനെ ക്ലിയർ ചെയ്യുക. ആൻഡ് എന്തിനാണ് നമ്മൾ ഈ ഫോറസ്റ്റ് ക്ലിയർ ചെയ്യുന്നത്? നമ്മുടേതായ ആവശ്യങ്ങൾക്ക്, ഫോർ അതർ പർപ്പസസ് ലൈക്ക് ബിൽഡിംഗ് ഹൗസസ്, ഫാക്ടറീസ് അല്ലേ. അതുപോലെ കൾട്ടിവേഷന് വേണ്ടിയിട്ടും അഗ്രികൾച്ചറൽ എക്സ്പാൻഷന് വേണ്ടിയിട്ടും നമ്മൾ ആ ലാൻഡ് യൂസ് ചെയ്യുന്നു. പിന്നെ അതുപോലെ ഈ വുഡ് എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് എന്തിനാണ് നമ്മൾ വുഡ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ഫ്യൂലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ഒരുപാട് ഫർണിച്ചേഴ്സ്, നമ്മുടെ വീട്ടിലേക്ക് എന്താ പറയുക, ഡോറ്, വിൻഡോസ്, ഇതെല്ലാം പണിയാൻ വേണ്ടിയിട്ട് നമ്മൾ വുഡ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. സോ ഡെഫിനിഷൻ എങ്ങനെ ആവണം? അത് മെയിനായിട്ട് പറയേണ്ടത് ക്ലിയറിംഗ് ഓഫ് ഫോറസ്റ്റ് ആണ് അതിൻ്റെ ഡെഫിനിഷൻ അല്ലേ. അതിൻ്റെ ഒപ്പം എന്തിനാണ് ആ ലാൻഡ് യൂസ് ചെയ്യുന്നത് കൂടി കൂട്ടിച്ചേർക്കുക. ഫോർ എന്തിനാണ്? ബിൽഡിംഗ് ഹൗസസ് ആൻഡ് ഫാക്ടറീസ്, പ്രൊക്യൂറിംഗ് ലാൻഡ് ഫോർ കൾട്ടിവേഷൻ, ടു യൂസ് വുഡ് ആസ് ഫ്യൂൽ ആൻഡ് മേക്കിംഗ് ഫർണിച്ചർ. ഓക്കെ, ദെൻ വാട്ട് ആർ ദ കോസസ് ഓഫ് ഡീഫോറസ്റ്റേഷൻ? ഡീഫോറസ്റ്റേഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത്? അതായത് നാച്ചുറൽ ആയിട്ടുമുണ്ട്, നമ്മൾ മനുഷ്യന്മാരായിട്ടും മാൻമെയ്ഡ് ആയിട്ടും ഡീഫോറസ്റ്റേഷൻ ഉണ്ടാവുന്നുണ്ട്. എങ്ങനെയാ വെച്ചാൽ നാച്ചുറൽ ആയിട്ട് ഫോറസ്റ്റ് ഫയേഴ്സ് അല്ലേ, നമ്മൾ ടെമ്പറേച്ചർ അറ്റ്മോസ്ഫിയറിൽ കൂടി വരുമ്പോൾ ഫോറസ്റ്റ് ഫയേഴ്സ് ഉണ്ടാവും. കാട്ടുതീ വന്നു കഴിഞ്ഞാൽ ഫുൾ കാടും കത്തി നശിക്കും. ഒരിക്കലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവമാണ് ഈ ഫോറസ്റ്റ് ഫയേഴ്സ്. അതുപോലെ തന്നെയാണ് സിവിയർ ഡ്രോട്ട് വന്നാൽ, അതായത് വരൾച്ച വന്നു കഴിഞ്ഞാൽ എന്താണ്, അവിടെ വാട്ടർ അതിന് കിട്ടാതാവുകയാണല്ലേ. അതായത് ട്രീസിനെല്ലാം വളരണമെങ്കിലും തുടർന്ന് നിലനിന്ന് പോകണമെങ്കിലും എന്ത് വേണം? വെള്ളം വേണമല്ലോ. ദാറ്റ് ഇസ് ട്രീസ് ആൻഡ് പ്ലാന്റ്സ് ഡ്രൈസ് ഔട്ട് ബിക്കോസ് ഓഫ് ദ ലാക്ക് ഓഫ് വാട്ടർ എന്ന് പറയാം. ദാറ്റ് ഇസ് സിവിയർ ഡ്രോട്ട്. ആൻഡ് മാൻമെയ്ഡ് ആയിട്ട് എന്താണ്, നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അഗ്രികൾച്ചറൽ എക്സ്പാൻഷന് വേണ്ടിയിട്ട് നമ്മൾ വെട്ടി നശിപ്പിച്ച് നമ്മളവിടെ ക്രോപ്സും ഒക്കെ കൾട്ടിവേറ്റ് ചെയ്യുന്നു അല്ലേ. അതുപോലെ വുഡ് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതൊക്കെ നിങ്ങളോട് തന്നെ പോയിന്റ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, കളക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ പോയിന്റ്സ് ആണ് ഞാൻ തന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സോ നമ്മൾ ട്രീസ് ഒക്കെ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നത് എന്തിനാണ്? ഫോർ ഡൊമസ്റ്റിക് ഫ്യൂൽ അല്ലേ, നമ്മുടെ നിത്യോപയോഗത്തിന് വേണ്ടിയിട്ടുള്ള ഫ്യൂലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫർണിച്ചർ ആയിട്ട്. പിന്നെ എന്തിനാണ് നമ്മൾ മേക്കിംഗ് പേപ്പറും ഈ ട്രീസിൽ നിന്ന് തന്നെയാണ്. ഓക്കെ,
അതുപോലെ ബിൽഡിംഗ് ഹൗസസ്, റോഡ്, ഫാക്ടറീസ്, ഡാംസ്. സോ ഇതിനൊക്കെ കാട് വെട്ടി നശിപ്പിച്ച് ആ ഏരിയാസ് ആണ് ഇതിനെല്ലാം യൂസ് ചെയ്യുന്നത്. പിന്നെ ഓവർ ഗ്രേസിങ്, അതൊരു പോയിന്റ് ആയിട്ട് പറയാം. അതായത് നമ്മൾ കാറ്റൽസിനെ ഒക്കെ കാട്ടിലോട്ട് വിട്ട് അവർ മൊത്തം ഫുഡൊക്കെ കഴിക്കുന്നത്, അതായത് മേയാൻ വിടുക എന്ന് പറയുമല്ലോ, ദാറ്റ് ഈസ് ഓവർ ഗ്രേസിങ്. അതൊരു പോയിന്റ് ആയിട്ട് പറയാം. ഓവർ പോപ്പുലേഷൻ ഒരു പോയിന്റ് ആയിട്ട് പറയാം. ഓവർ പോപ്പുലേഷൻ ആയ ജനസംഖ്യ വർദ്ധിക്കും തോറും നമുക്ക് ഫെസിലിറ്റീസ് കൂടുതൽ വേണം, ഹൗസസ് കൂടുതൽ നിർമ്മിക്കേണ്ടി വരും, ഫാക്ടറീസും കാര്യങ്ങളും എല്ലാം വരും. ഓക്കെ, അപ്പോൾ ഓവർ പോപ്പുലേഷൻ ഒറ്റ പോയിന്റ് ആയിട്ട് പറയാം. അർബനൈസേഷൻ ഒറ്റ പോയിന്റിൽ നമുക്ക് പറയാം. അർബനൈസേഷൻ എന്താണ്? യെസ്, നഗരവൽക്കരണമാണ് അല്ലേ. അതായത് നമ്മൾക്ക് പുരോഗമിച്ച് വരും തോറും കൂടി നമ്മുടെ ഈ ഫോറസ്റ്റ് എല്ലാം നശിപ്പിച്ച് അവിടെയൊക്കെ ബിൽഡിങ്സും ഫാക്ടറീസും എല്ലാം വന്ന് സിറ്റീസ് ആയിട്ട് മാറുകയാണ്. ടൗൺ സിറ്റീസ് എന്നുള്ള ഒരു ഇതിലോട്ട് പോവുകയാണ് നമ്മൾ. സോ ദീസ് ആർ ദ മെയിൻ കോസസ് ഓഫ് ഡീഫോറസ്റ്റേഷൻ. നാച്ചുറൽ ആയിട്ടും മാൻമെയ്ഡ് ആയിട്ടും പ്രത്യേകിച്ച് എടുത്ത് പറയണം കേട്ടോ. നെക്സ്റ്റ് ഇസ് വാട്ട് ആർ ദ കോൺസിക്വൻസസ് ഓഫ് ഡീഫോറസ്റ്റേഷൻ. എന്തൊക്കെയാണ് നമുക്ക് പിന്നെ ഇതിനോടുള്ള ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ് ഡീഫോറസ്റ്റേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ? ഫസ്റ്റ് വൺ ഇസ് ഡീഫോറസ്റ്റേഷൻ ഇൻക്രീസസ് ടെമ്പറേച്ചർ ഓഫ് എർത്ത്. എങ്ങനെയാണ് നമ്മുടെ ടെമ്പറേച്ചർ കൂടുന്നത്, എർത്തിലത്തെ ടെമ്പറേച്ചർ കൂടുന്നത്? അപ്പോൾ നമുക്ക് ആലോചിക്കണം ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചിട്ട്. അവിടെയുള്ള മെയിൻ ഗ്യാസ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അല്ലേ. നമുക്കറിയാം നമുക്ക് ഓക്സിജൻ കിട്ടുന്നത് തന്നെ ഈ ട്രീസും പ്ലാന്റ്സിൽ നിന്നുമാണ്. നമുക്ക് ഫോട്ടോസിന്തസിസ് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ഓക്സിജൻ റിലീസ് ചെയ്യുമ്പോൾ ഓക്സിജൻ നമ്മൾ യൂസ് ചെയ്യുന്നു, എന്നിട്ട് തിരിച്ച് നമ്മൾ പുറത്തോട്ട് റിലീസ് ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ആരെടുക്കും? ഈ പ്ലാന്റ്സും ട്രീസും ഒക്കെ അവർ ശ്വസിക്കുന്നത് ഈ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അല്ലെ. സോ ഫ്യൂവർ ട്രീസ് എന്ന് പറയുന്നത്, കുറച്ച് ട്രീസ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് അവർക്ക് യൂസ്ഡ് അപ്പ് ആവാനുള്ള ട്രീസ് അവിടെ ഇല്ല അല്ലെ. അപ്പൊ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ഇവിടെ അറ്റ്മോസ്ഫിയറിൽ കൂടി വരികയാണ്. സോ എർത്തിലോട്ട് വരുന്ന ഈ ലൈറ്റ് റേസ് ഉണ്ട്, സണ്ണിന്റെ ഹീറ്റ് ആയിട്ടുള്ള ലൈറ്റ് റേസ് വരുമ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യും? ഇത്രയും കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായിട്ടുള്ളതുകൊണ്ട് ഇവിടെ അത് ആ ഹീറ്റിനെ ട്രാപ്പ് ചെയ്ത് നിർത്തും. സോ അങ്ങനെയാണ് നമ്മുടെ എർത്തിൽ ടെമ്പറേച്ചർ കൂടി അതിനെ നമ്മൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് വിളിക്കും. ഡീഫോറസ്റ്റേഷൻ ഇൻക്രീസസ് ടെമ്പറേച്ചർ ഓഫ് എർത്ത്, ദാറ്റ് ഇസ് ഗ്ലോബൽ വാർമിംഗ്. സോ ടെമ്പറേച്ചർ ഇത്രയും കൂടുമ്പോൾ എന്താണ്, അത് നമ്മുടെ വാട്ടർ സൈക്കിളിനെ ബാധിക്കുകയാണ്. സോ റെയിൻഫോൾ ഒക്കെ അവിടെ കുറയും. അത് തുടർന്ന് എന്ത് സംഭവിക്കും? അവിടെ ഡ്രോട്ട് ആയിട്ട് മാറും അല്ലെ. അതായത് വരൾച്ചയായിട്ട് മാറിപ്പോയി. ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ റെഡ്യൂസസ് റെയിൻഫോൾ, കോസസ് ഡ്രോട്ട്. അതുപോലെ നമ്മൾ സോയിലിന്റെ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്. ഈ ട്രീസിന്റെ റൂട്ട്സ് ആണ് ഈ സോയിലിനെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത്, ഫേം ആയിട്ട് സ്റ്റേൺ ആയിട്ട് അവിടെ പിടിച്ചു നിർത്തുന്നത് അല്ലെ. സോ ഈ മണ്ണൊലിപ്പ്, അതായത് സോയിൽ ഇറേഷനൊക്കെ തടയാൻ ഒരുപാട് ഈ ട്രീസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ട്രീസ് ഒക്കെ കുറഞ്ഞു വരുമ്പോൾ എന്താണ്, സോയിൽ ഇറോഷൻ അവിടെ സംഭവിക്കും. സോ മണ്ണൊലിപ്പ് എന്ന് പറയുമ്പോൾ മേലത്തെ ആ ടോപ്പ് ലെയറിൽ മണ്ണൊക്കെ പോയി, പിന്നെ താഴെയുള്ള ഹാർഡ് ആയിട്ടുള്ള റോക്കി ആയിട്ടുള്ള ലെയേഴ്സ് ആയിരിക്കും പിന്നെ ഉണ്ടാവുക, പുറത്ത് നമുക്ക് കാണാനായിട്ടുണ്ടാവുക. സോ ടോപ്പിൽ വരിക. സോ അവിടെ എന്താണ്, ലെസ് ഹ്യൂമസ് ആണ്. ഹ്യൂമസ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ഈ ഡീക്കേഡ് മാറ്റർ എല്ലാം ഉള്ള ഫെർട്ടിലിറ്റി നന്നായിട്ട് പ്ലാന്റ്സിനൊക്കെ വളരാൻ വേണ്ടിയിട്ടുള്ള മണ്ണടങ്ങിയതിനെയാണ് ഹ്യൂമസ് എന്ന് പറയുന്നത് അല്ലെ. സോ ഈ ഹ്യൂമസ് ഒക്കെ പോയിട്ട് ഒരു ഇൻഫെർട്ടൈൽ ലാൻഡായി മാറും. അതൊക്കെ പിന്നീട് അത് ആ ഫെർട്ടൈൽ ലാൻഡ് പോയിട്ട് പിന്നീട് അത് ഡെസേർട്ടായി മാറിപ്പോവും. ഓക്കെ, അതായത് ഹാർഡ് റോക്കി ലെയേഴ്സ് ആണ് പുറത്തോട്ട് വരുന്നത്. അപ്പോൾ അത് ഡെസേർട്ട് ആയിട്ട് മാറുന്നതിന് നമ്മൾ ഡെസേർട്ടിഫിക്കേഷൻ എന്ന് പറയും. സോ വാട്ട് ഇസ് ഡെസേർട്ടിഫിക്കേഷൻ? ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. അപ്പോൾ അതിന്റെ നോട്ട്സിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ ഈ ഡെസേർട്ട് ആയിട്ടുള്ള ലാൻഡ് എന്ന് പറഞ്ഞാൽ റഫ് ആയിട്ടുള്ള ഹാർഡ് ആയിട്ടുള്ള ലാൻഡാണ്. അപ്പോൾ അവിടെ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇൻഫിൽട്രേഷൻ. അതായത് വെള്ളം മണ്ണിലോട്ട് ഇറങ്ങി പോയിട്ടാണ് ഗ്രൗണ്ട് വാട്ടറിലൊക്കെ വെള്ളം ഉണ്ടാവണത് അല്ലെ. അതിന് നമ്മൾ പറയാ ഇൻഫിൽട്രേഷൻ ആണ്. ആ ഉള്ളിലോട്ട് ഇറങ്ങി പോകുന്നതിന് ഇൻഫിൽട്രേഷൻ എന്നാ പറയുക. ഡെസേർട്ടൊക്കെ ആയി മാറി ഡീഫോറസ്റ്റേഷൻ കൊണ്ട് ഡെസേർട്ടിഫിക്കേഷൻ ഒക്കെ ആകി കഴിയുമ്പോൾ എന്താണ്, അവിടെ ആ സോയിലിന്റെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി അവിടെ കുറയുകയാണ്. ദാറ്റ് ഈസ് ഇറ്റ് ഡിക്രീസസ് ദ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ. അതായത് വാട്ടറിന് ഉള്ളിലോട്ട് മൂവ്മെന്റ് ചെയ്യാൻ പറ്റില്ല. മൂവ്മെന്റ് ഓഫ് വാട്ടർ ഫ്രം സോയിൽ സർഫസ് ഇൻ ടു ഗ്രൗണ്ട്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയുക. അത് അവിടെ കുറയും. ഇറ്റ് ഇസ് റെഡ്യൂസ്ഡ്. ദ ഇൻഫിൽട്രേഷൻ റേറ്റ് ഇസ് റെഡ്യൂസ്ഡ്. അപ്പൊ തീർച്ചയായിട്ടും ഉള്ളിലോട്ട് വെള്ളം പോയിട്ടില്ലെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? മഴക്കാലമൊക്കെ വന്നു കഴിഞ്ഞാൽ ഫ്ലഡ് ആണല്ലേ. ഇപ്പൊ കേരളത്തിലൊക്കെ മൊത്തം ഫ്ലഡ് ആണ്. വരൾച്ചയാണെങ്കിലോ വരൾച്ചയോട് വരൾച്ച, അല്ലെങ്കിൽ ഫ്ലഡ് ആണ് വന്നെങ്കിൽ മൊത്തം വെള്ളപ്പൊക്കം അല്ലെ. സോ ഇതിനെല്ലാം തന്നെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഡീഫോറസ്റ്റേഷൻ ആണ്. അതുപോലെ ഇൻഫിൽട്രേഷൻ നടക്കുന്നില്ലെങ്കിൽ ഓഫ് കോഴ്സ് അവിടെ എന്താണ്, ഗ്രൗണ്ട് വാട്ടർ നമുക്ക് പിന്നീട് വെള്ളം കിട്ടാത്തൊരവസ്ഥ വരികയാണ്. ഗ്രൗണ്ട് വാട്ടർ ലെവൽ ഓൾസോ ഗെറ്റ് ലോവേർഡ് അല്ലെ. ആൻഡ് മെയിൻ തിങ് ഇസ് എക്സ്റ്റിങ്ഷൻ ഓഫ് മെനി പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. ഒരുപാട് പ്ലാന്റ്സും അനിമൽസും എല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ.
വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരുപാട് അനിമൽസിനൊക്കെ നമുക്ക് നമ്മുടെ മുമ്പുള്ള ജനറേഷൻസ് കണ്ടിരുന്ന പല അനിമൽസിനെയും പ്ലാന്റ്സിനെയും നമ്മൾ കാണുന്നില്ല. നമ്മൾ കണ്ട പലതിനെയും ഇനി നമ്മുടെ വരും ഫ്യൂച്ചർ ജനറേഷൻസ് കാണാൻ പോകുന്നില്ല. സോ ഓരോ പ്ലാന്റ്സും അനിമൽസും നമ്മുടെ ഫുഡ് ചെയിൻ, എക്കോസിസ്റ്റം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എല്ലാത്തിനും ഓരോ അംഗങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് ഈസ് ഈ അനിമൽസും പ്ലാന്റ്സും ഒക്കെ എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും അവരുടെ റോൾ ഇൻ ദ എക്കോസിസ്റ്റം കെൻ നോട്ട് ബി ഇഗ്നോർഡ്. ദേ ഫോം ദ പാർട്ട് ഓഫ് ഫുഡ് ചെയിൻസ് ആൻഡ് ഫുഡ് വെബ്സ്. ബൈ കില്ലിംഗ് ദം വി ആർ ഹാർമിങ് അവർ സെൽഫ്. നമ്മളെ തന്നെയാണ് നമുക്ക് നാളെ അത് ദോഷം തന്നെ ചെയ്യുള്ളൂ. ഓക്കെ, സോ വി നീഡ് ടു കൺസേർവ് ദിസ് വൈൽഡ് ലൈഫ്, ഫോറസ്റ്റ്, എവറിത്തിങ്. സോ ഇതിനെ കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് നിർബന്ധമായിട്ടുള്ള വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, നാഷണൽ പാർക്സ്, ബയോസ്ഫിയർ റിസർവ്സ്, ഇതൊക്കെ എന്താണ് നമുക്ക് മെയിൻ ആയിട്ട് ഇതെല്ലാം പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ആണ്. ഓക്കെ, ദീസ് 3 ആർ പ്രൊട്ടക്റ്റഡ് ഏരിയാസ്. അതായത് അവിടെ നമ്മൾക്ക് പ്ലാന്റേഷൻ, നമ്മുടെ ഈ ക്രോപ്സ് കൾട്ടിവേഷൻ ഒന്നും അവിടെ സാധിക്കില്ല ചെയ്യാനായിട്ട്. ഗ്രേസിങ് പറ്റില്ല, കാറ്റിൽസിനൊക്കെ വിട്ട് മേയ്ക്കാൻ വിടുക, അതൊന്നും പറ്റില്ല. ഫെല്ലിങ് ട്രീസ്, അതായത് നമ്മൾ കട്ടിങ് ട്രീസ്, അതൊന്നും പറ്റില്ല. ഹണ്ടിങ് ചെയ്യാൻ പറ്റില്ല. പോച്ചിങ്, ഹണ്ടിങ് ഒക്കെ ഒന്ന് തന്നെയാണ്. അപ്പോൾ ഹണ്ടിങ്, പോച്ചിങ് അതൊന്നും ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ആർ ഓൾ പ്രോഹിബിറ്റഡ് ഇൻ ദീസ് ഏരിയാസ്. ഇത് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, നാഷണൽ പാർക്ക്, അതുപോലെ തന്നെ ബയോസ്ഫിയർ റിസർവ്സ് എന്നൊക്കെ പറയുന്നത് ഒരു ഫോറസ്റ്റ് തന്നെയാണ്. ഫോറസ്റ്റിൽ അവരൊരു ബൗണ്ടറി ഇട്ടിരിക്കുകയാണ്, ഇതിൻ്റെ ഉള്ളിലോട്ട് കടക്കാൻ പറ്റില്ല. അതായത് ഈ പ്ലാന്റ്സിനും അനിമൽസിനും നാച്ചുറൽ ഹാബിറ്റേറ്റ് തന്നെയാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു സൂ ആണെന്ന് വിചാരിക്കുക. സൂവിൽ എന്താണ്, ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് അവിടെ ചെയ്തിരിക്കുന്നത് അല്ലേ. ആർട്ടിഫിഷ്യലായിട്ട് അവിടെ അവരുടെ ഹാബിറ്റേറ്റ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ ഈ മൂന്നിലും എന്ന് പറയുന്നത്, അതായത് നാഷണൽ പാർക്ക്, ബയോസ്ഫിയർ, വൈൽഡ് ലൈഫ് സാങ്ച്വറി പറയുമ്പോൾ അവിടെ നാച്ചുറൽ ഹാബിറ്റേറ്റ് ആണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്, അതായത് ഫോറസ്റ്റ് തന്നെയാണ്. ഇനി ഇത് മൂന്നും എന്താണ്, അതിന്റെ ഡിഫറൻസ് എന്താണെന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ, ബയോസ്ഫിയർ റിസർവ്. ബയോസ്ഫിയർ എന്ന് വെച്ചാൽ നമ്മുടെ എർത്തിൽ ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്ന എല്ലാ പാർട്ടും, അതായത് ഇപ്പം നമ്മൾ ജീവിക്കുന്ന ഏരിയാസ്, പിന്നെ മൗണ്ടെയിൻസിൽ അവിടെ ഉണ്ടാകും കുറേ അനിമൽസും അങ്ങനെയൊക്കെ. അതുപോലെ വാട്ടർ ആണെന്ന് വെച്ചാൽ വാട്ടറിൻ്റെ അടിയിൽ ഉണ്ടാകും അല്ലേ. വാട്ടറിൻ്റെ ഉള്ളിൽ എന്താണ് കുറേ അക്വാറ്റിക് അനിമൽസ് ഉണ്ടാകും, മറ്റു ഓർഗാനിസംസ് ഉണ്ടാകും, മണ്ണിലുണ്ടാകും, മണ്ണിൻ്റെ അടിയിലുണ്ടാകും. സോ ഇതെല്ലാം പാർട്ട് ഓഫ് ദിസ് ബയോസ്ഫിയർ. ഓക്കെ, ബയോസ്ഫിയർ ഇസ് ദ part of earth in which living organisms exist, അല്ലെങ്കിൽ the part of earth which support life എന്ന് പറയാം ബയോസ്ഫിയറിനെ. ഓക്കെ, ബയോസ്ഫിയർ റിസർവ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ബയോഡൈവേഴ്സിറ്റിക്കാണ്. അതാണ് അതിൻ്റെ മെയിൻ പോയിന്റ്, ബയോഡൈവേഴ്സിറ്റി. സോ വാട്ട് ഈസ് ബയോഡൈവേഴ്സിറ്റി? ബയോഡൈവേഴ്സിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ എർത്തിൽ വെറൈറ്റി ഓഫ് ഓർഗാനിസംസ് ഉണ്ട് അല്ലേ. വെറൈറ്റി ഓഫ് ഓർഗാനിസംസ് എക്സിസ്റ്റിംഗ് ഓൺ ദി എർത്ത്. നമ്മളടങ്ങുന്ന മറ്റ് മൈക്രോ ഓർഗാനിസംസ് വരെ ഉള്ള ഡിഫറെൻ്റ് ആയിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഓർഗാനിസംസ് എർത്തിലുണ്ട് അല്ലേ. ബയോസ്ഫിയർ റിസർവ് കൂടുതൽ ഇമ്പോർട്ടൻസ് ബയോഡൈവേഴ്സിറ്റിക്ക് കൊടുക്കണമെന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? അവിടെ പ്ലാന്റ്സിനും അനിമൽസിനും അതുപോലെ തന്നെ മൈക്രോ ഓർഗാനിസത്തിന് എല്ലാ വെറൈറ്റി ഓഫ് ഓർഗാനിസത്തിനും അവിടെ സെയിം ആയിട്ട് ഈക്വൽ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ആണ് അവിടെ കൊടുക്കുന്നത്. അവിടെ വൈൽഡ് ലൈഫും പ്ലാന്റ്സും മാത്രമല്ല, അവിടെയുള്ള ആദിവാസികൾക്ക്, അതായത് ട്രൈബൽസ് ജീവിക്കുമല്ലോ അവിടെ, അവരുടെ ട്രഡീഷണൽ ലൈഫിനും അവിടുത്തെ റിസോഴ്സസ്, നാച്ചുറൽ റിസോഴ്സസ്, അനിമൽ റിസോഴ്സസ്, ഇതിന് എല്ലാത്തിനും ഇമ്പോർട്ടൻസ് എവിടെ ഉണ്ട്? ബയോസ്ഫിയർ റിസർവ്സിൽ കൊടുക്കുന്നുണ്ട്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഗീവ്സ് ഇമ്പോർട്ടൻസ് ടു ദ ബയോഡൈവേഴ്സിറ്റി, അല്ലെങ്കിൽ കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്നുള്ള പോയിന്റ് ആണ് അവിടെ പറയേണ്ടത്. ദെൻ വാട്ട് ഈസ് വൈൽഡ് ലൈഫ് സാങ്ച്വറി? വൈൽഡ് ലൈഫ് സാങ്ച്വറി കൂടുതലായിട്ടും വൈൽഡ് ലൈഫ് അനിമൽസ് ഉണ്ടല്ലോ, വൈൽഡ് അനിമൽസിലാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക, വൈൽഡ് അനിമൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അവർക്ക് വേണ്ട ഹാബിറ്റേറ്റ്, അത് അവരുടെ നാച്ചുറൽ ഹാബിറ്റേറ്റ് തന്നെ, അവരുടെ താമസ സൗകര്യങ്ങളും എല്ലാം ആ ഒരു ഫോറസ്റ്റിന് തന്നെയാണ് അവർ വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിട്ട് മാറ്റുന്നത്. ഹണ്ടിങ് ഒക്കെ അവിടെ സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ് ആണ്. ഹണ്ടിങ്, പോച്ചിങ് ഒക്കെ അവിടെ സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ് ആണ്. സോ മെയിൻലി വൈൽഡ് അനിമൽസിനെ പ്രൊട്ടക്ട് ചെയ്യാനും അവർക്കുള്ള സ്യൂട്ടബിൾ ലിവിങ് കണ്ടീഷൻസ് കൊടുക്കാനും, ഓക്കെ, അതായത് നല്ല ഹാബിറ്റേറ്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിട്ടുള്ള ഒരു ഇതാണ് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്. പക്ഷെ ഒരു
കഷ്ടം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് ആണെങ്കിൽ കൂടി അത്ര സേഫ് അല്ല. ഇറ്റ് ഇസ് നോട്ട് സേഫ് ബിക്കോസ് നൈബർഹുഡിലുള്ള പീപ്പിളൊക്കെ ഉള്ളിൽ കയറി ഇവരിനൊക്കെ ഹണ്ട് ചെയ്തിട്ട് ഡെസ്ട്രോയ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. സോ ഇതൊക്കെ ഡിഫറൻസിൽ പറയേണ്ടതാണ്. വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറഞ്ഞാൽ അവിടെ പ്രൊട്ടക്റ്റഡ് ഏരിയ ആണെങ്കിൽ കൂടി എന്താണ്, ദ അനിമൽസ് ആർ നോട്ട് ദാറ്റ് സേഫ്. ഇവിടെയാണ് നമ്മൾ സൂവിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കേണ്ടത്. സൂവിലെന്ന് വെച്ചാൽ ഒരു നാച്ചുറൽ ഹാബിറ്റേറ്റ് അല്ല അവർ പ്രൊവൈഡ് ചെയ്യുന്നത്, അവിടെ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സെറ്റപ്പാണ് ഉണ്ടാക്കുന്നതെങ്കിലും ഇവിടെ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ നമ്മുടെ അനിമൽസ് കൂടുതൽ കംഫർട്ടബിൾ ആയിരിക്കും, അവരുടെ നാച്ചുറൽ ഹാബിറ്റേറ്റ് ആണ് അല്ലേ. പക്ഷെ സൂവിലാവുമ്പോൾ ആർട്ടിഫിഷ്യൽ ഹാബിറ്റേറ്റ് ആവുന്നതുകൊണ്ട് ഒരു അൺകംഫർട്ടബിൾ ഫീൽ ഉണ്ടാവും അവർക്കെങ്കിലും. പക്ഷെ കൂടുതലല്ല, നന്നായിട്ട് തന്നെ സേഫാണ് അല്ലേ, സൂവിൻ്റെ അകത്ത് അവർ സേഫാണ്. നെക്സ്റ്റ് ഇസ് നാഷണൽ പാർക്ക്. നാഷണൽ പാർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എക്കോസിസ്റ്റത്തിനാണ്. ഓക്കെ, ബയോസ്ഫിയർ റിസർവ് നമ്മൾ ഓർക്കണം, അവിടെ എന്തായിരുന്നു, ബയോഡൈവേഴ്സിറ്റിക്കും അതുപോലെ തന്നെ അവിടെ ട്രൈബൽ ലൈഫ് അല്ലെങ്കിൽ ട്രഡീഷണൽ ലൈഫ് അല്ലേ, ട്രൈബൽസിൻ്റെ ട്രഡീഷണൽ ലൈഫിനും കൂടെയാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ആണെങ്കിൽ വൈൽഡ് അനിമൽസിൻ്റെ പ്രൊട്ടക്ഷനാണ് അവിടെ നോക്കിയിരുന്നത്. നാഷണൽ പാർക്ക് ഗിവ് ഇമ്പോർട്ടൻസ് ടു വാട്ട്, എക്കോസിസ്റ്റം. സോ എന്തൊക്കെയാണ് ഈ എക്കോസിസ്റ്റത്തിൽ പെടുന്നത് നോക്കാം. എക്കോസിസ്റ്റത്തിൽ പ്ലാന്റ്സ്, അനിമൽസ്, മൈക്രോ ഓർഗാനിസംസ്, അത് മാത്രമല്ല ഇതൊക്കെ ലിവിങ് ഓർഗാനിസംസ് ആണ്. നമ്മൾ ഈ എക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ ലിവിങ് ഉണ്ട്, നോൺ ലിവിങ് കോമ്പോണൻസിനെയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യും. അതായത് ക്ലൈമറ്റ്, സോയിൽ, റിവർ, ലാൻഡ്സ്കേപ്പ്. ഓക്കെ, സോ ഇവിടെ ഇൻ ടോട്ടൽ പ്രൊട്ടക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഇസ് എക്കോസിസ്റ്റം. That is to protect the whole sets of ecosystems. അതുപോലെ തന്നെ ഇവിടെ ഹിസ്റ്റോറിക് ഒബ്ജക്ട്സിനെ സൂക്ഷിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് നമുക്കറിയാം ഇതുപോലെ ഈ റോക്ക് പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ടാവില്ലേ, പണ്ടത്തെ പ്രിമിറ്റീവ് പീപ്പിളിനെ കുറിച്ചുള്ള ലൈഫും അവരുടെ കാര്യങ്ങളും കൾച്ചറൊക്കെ കാണിക്കുന്ന ഓരോ എവിഡൻസ് ആണ് ഇതൊക്കെ അല്ലേ. അനിമൽസ്, മെൻ ഫൈറ്റിംഗ്, ഹണ്ടിങ്, ഡാൻസിങ്, പ്ലേയിങ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പം നമുക്ക് മനസ്സിലാവും ആ മുമ്പൊക്കെ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. സോ ദീസ് ആർ ഓൾ കംസ് അണ്ടർ ഹിസ്റ്റോറിക് ഒബ്ജക്ട്. സോ നാഷണൽ പാർക്കിൽ ഹോൾ സെറ്റ് ഓഫ് എക്കോസിസ്റ്റത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ലാൻഡ്സ്കേപ്പിനും ഹിസ്റ്റോറിക്കൽ ഒബ്ജക്ട്സിനും ഒക്കെ അവിടെ കൺസേർവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ പ്രൊട്ടക്റ്റഡ് ഏരിയാസിനെ കുറിച്ച് പഠിച്ചു. സോ നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ, സ്റ്റേറ്റിൽ, കൺട്രിയിൽ തന്നെ നമുക്ക് ഒരുപാട് ഇതുപോലത്തെ ബയോസ്ഫിയർ റിസർവും വൈൽഡ് ലൈഫ് സാങ്ച്വറി, നാഷണൽ പാർക്കും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒന്നിൻ്റെ പേരെങ്കിലും നമ്മൾ പഠിച്ചു വെക്കണം, എക്സാമിന് നെയിം ചെയ്യാനായിട്ട് ചോദിക്കും. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് പഞ്ചമരി ബയോസ്ഫിയർ റിസർവിനെ കുറിച്ചിട്ടാണ്. സോ ഇത് മധ്യപ്രദേശിലുള്ളതാണ്, ഇന്ത്യയിൽ മധ്യപ്രദേശിലുള്ളതാണ് പഞ്ചമരി ബയോസ്ഫിയർ റിസർവ്. പഠിച്ചു വെക്കുക. ഓക്കെ, ഈ ബയോസ്ഫിയർ റിസർവ് എന്ന് വെച്ചാൽ ലാർജ് ഏരിയ ആയിരിക്കും. ഓക്കെ, ബയോസ്ഫിയർ റിസർവിന് അകത്ത് തന്നെ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉണ്ടാവാം, നാഷണൽ പാർക്ക് ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. ഓക്കെ, ഈ പഞ്ചമരി ബയോസ്ഫിയർ റിസർവിൻ്റെ അകത്ത് 2 വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉണ്ട് ആൻഡ് ഒരു നാഷണൽ പാർക്കും ഉണ്ട്. ദാറ്റ് മീൻസ് ഈ ബയോസ്ഫിയർ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് വലിയ ഏരിയ ആണെന്ന് മനസ്സിലാക്കണം. പഞ്ചമരി ബയോസ്ഫിയർ റിസർവ് കമ്പയറിംഗ് ടു എ വൈൽഡ് ലൈഫ് സാങ്ച്വറി ആൻഡ് എ നാഷണൽ പാർക്ക്. ഓക്കെ, സോ ഇതിനകത്തുള്ള 2 വൈൽഡ് ലൈഫ് സാങ്ച്വറികളുടെ പേരും നിങ്ങൾ പഠിച്ചു വെക്കണം. ബോരി വൈൽഡ് ലൈഫ് സാങ്ച്വറി, പഞ്ചമരി തന്നെ, പഞ്ചമരി വൈൽഡ് ലൈഫ് സാങ്ച്വറി. അപ്പോൾ പഞ്ചമരി എന്നുള്ള വേർഡ് എന്തായാലും പഠിച്ചു വെക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തുള്ള ഒരു നാഷണൽ പാർക്കിൻ്റെ പേരാണ് സത്പുര നാഷണൽ പാർക്ക്. സോ ഈ പേരുകളൊക്കെ ഈസി പേരുകളാണ്, ഒന്ന് ജസ്റ്റ് പഠിച്ചു വെക്കുക കേട്ടോ, അത് നിങ്ങൾക്ക് എന്തായാലും ചോദിക്കും. സോ ഇത് മധ്യപ്രദേശിലാണ് കൊടുത്തിരിക്കുന്നത്, നമ്മൾ അറ്റ്ലീസ്റ്റ് കേരളത്തിൻ്റെ അറിഞ്ഞിരിക്കണം. സോ നമ്മുടെ കേരളത്തിലായിട്ട് നീലഗിരി ബയോസ്ഫിയർ റിസർവ് ഉണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞു ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുമ്പോൾ ഭയങ്കര വലിയ ഏരിയാസ് ആണ് അല്ലേ. അപ്പോൾ കേരളത്തിൽ മാത്രമല്ല ഉള്ളത്, കേരളവും കർണാടക, തമിഴ്നാട് കവർ ചെയ്തിട്ടുണ്ട്. അത്രയും വലിയ ഏരിയയിലാണ് ഈ നീലഗിരി ബയോസ്ഫിയർ റിസർവ് ഉള്ളത്. സോ ബയോസ്ഫിയർ റിസർവിന് ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കിട്ടി. അതുപോലെ നമുക്ക് ഇനി വൈൽഡ് ലൈഫ് സാങ്ച്വറി ഒരുപാടുണ്ട് കേരളത്തിൽ, അതിൽ ഒന്നെങ്കിലും പഠിച്ചു വെക്കുക, വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി. അതുപോലെ തന്നെ 6 നാഷണൽ പാർക്ക് എന്തോ ഉണ്ട് നമ്മുടെ കേരളത്തിൽ മാത്രം. സോ അതിലൊരു ഫേമസ് ആണ് സൈലൻറ്റ് വാലി, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, സൈലൻറ്റ് വാലി നാഷണൽ പാർക്ക്. എൻ്റെ സ്ഥലത്താണ് സൈലൻറ്റ് വാലി, അതുകൊണ്ടാണ് ഞാൻ ആ എക്സാമ്പിൾ പറഞ്ഞത് കേട്ടോ. സോ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. നൗ നെക്സ്റ്റ് ടോപ്പിക് ഇസ് ഫ്ലോറ, ഫോണ ആൻഡ് എൻഡമിക് സ്പീഷ്യസ്.
ഈ എൻഡമിക് സ്പീഷ്യസിനെ തന്നെ നമുക്ക് ഒന്നുകൂടി ഡിവൈഡ് ചെയ്യണം. എൻഡമിക് ഫ്ലോറ, എൻഡമിക് ഫൗണ. ഈ ചാർട്ട് രൂപത്തിൽ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഫ്ലോറ എന്ന് വെച്ചാൽ നമ്മൾ ഫ്ലവറിനെ ആലോചിക്കുക. ഓക്കെ, ഫ്ലോറ എന്നുള്ളതിൻ്റെ ലാറ്റിൻ ഒരു നെയിമാണത്. അതിൻ്റെ അർത്ഥം ഫ്ലവർ എന്നാണ്. ഓക്കെ, സോ ഫ്ലവർ ഇസ് റിലേറ്റഡ് ടു പ്ലാന്റ്സ് അല്ലേ. അപ്പോൾ ഫ്ലോറ എന്നുള്ള പറയുന്നത് ഒരു പ്ലാന്റ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഫൗണ എന്നുള്ളത് ഓഫ് കോഴ്സ് അനിമൽസിനെയാണ്. ഓക്കെ, സോ ഇതിൻ്റെ പ്രത്യേകത എന്താണ്, എന്തുകൊണ്ട് ഫ്ലോറ ഫോണ എന്ന് പേരിട്ടു? ഈ പ്ലാന്റ്സും ഈ അനിമൽസും ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ദീസ് പ്ലാന്റ്സ് ഫൗണ്ട് ഇൻ എ പെർട്ടിക്കുലർ ഏരിയ. അതുപോലെ ഫൗണ എന്നുള്ള അനിമൽസ് ഫൗണ്ട് ഇൻ എ പെർട്ടിക്കുലർ ഏരിയാസ്. എന്ന് വെച്ചാൽ ഈ പ്ലാന്റ്സിനെയും അനിമൽസിനും നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റില്ല. ഓക്കെ, പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രം. സോ ഡീഫോറസ്റ്റേഷനൊക്കെ സംഭവിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഈ ഫ്ലോറ ഫോണിനെയാണ്. കാരണം ഇവരുടെ നമ്പർ കുറവാണ് അല്ലേ. ഈ പെർട്ടിക്കുലർ റീജിയനിൽ മാത്രമേ ഇവരെ കാണുന്നുള്ളൂ എന്നുള്ളതുകൊണ്ട്, അവരവിടെ ജീവിക്കുള്ളൂ എന്നുള്ളതുകൊണ്ട് ഡീഫോറസ്റ്റേഷൻ സംഭവിക്കുമ്പോൾ ഇവരൊക്കെ എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് പോകും അല്ലേ. അതായത് വംശനാശം കൂടുതൽ ചാൻസ് ഉള്ളവർ ഫ്ലോറ ഫോണകളാണ്. ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ വളരൂ എന്നുള്ളതിന് ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഡെസേർട്ട് എടുക്കുക. നമ്മൾ ഫോറസ്റ്റിൻ്റെ കാര്യം സംസാരിക്കണമെങ്കിലും ഫ്ലോറ ഫോണ ഫോറസ്റ്റിൽ മാത്രമല്ല, ഇപ്പോൾ ഡെസേർട്ടിനെ കണക്കാക്കണം. എല്ലാ ഫോറസ്റ്റുകളിലും കാണാൻ പറ്റില്ല. ഓക്കെ, പ്ലസ് ഡെസേർട്ട് കണക്കാക്കാൻ നമുക്ക് അണ്ടർ വാട്ടർ അല്ലേ, വാട്ടറിൻ്റെ അടിയിൽ വളരുന്ന പ്ലാന്റ്സുകളുണ്ട്, അനിമൽസ് ഉണ്ട്. ഇപ്പോൾ ഫ്ലോറ ഫോണിനെ എല്ലാവരുടെയും കണക്കാക്കാം. നമ്മൾ ഇവിടെ പഞ്ചമരി ബയോസ്ഫിയർ റിസർവിലുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. പക്ഷേ അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഡെസേർട്ട് വളരുന്ന നേറ്റീവ് പ്ലാന്റ് ആണ്, അതായത് ഡെസേർട്ടിൽ മാത്രം വളരുന്ന പ്രത്യേകതരം പ്ലാന്റ് ആണ് കാക്ടസ് പ്ലാന്റ് അല്ലേ. സോ ഈ കാക്ടസ് പ്ലാന്റ് ഡെസേർട്ടിൽ മാത്രമേ കാണുള്ളൂ പറയുമ്പോൾ നമുക്ക് ഈ ലോകത്തിൽ തന്നെ എത്ര തന്നെ ഡെസേർട്ടുകളുള്ളൂ. ഇപ്പോൾ ഒരു ഇന്ത്യ എടുത്താൽ ഗുജറാത്ത്, രാജസ്ഥാനൊക്കെ ഡെസേർട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഇനി ഗൾഫ് കൺട്രീസിലുണ്ട്, ഇനി അമേരിക്ക, ആഫ്രിക്ക ഒക്കെ എടുത്താലും കുറച്ചുള്ള ഏരിയാസിലെ ഡെസേർട്ട് ഉള്ളൂ അല്ലേ. അപ്പോൾ അതൊരു പെർട്ടിക്കുലർ റീജിയനായിട്ട് നമുക്ക് കണക്കാക്കണം. അവിടുത്തെ നേറ്റീവ് പ്ലാന്റ് ആണ്, അതായത് അവിടെ മാത്രം വളരുന്ന പ്ലാന്റ്. അതിനാണ് നേറ്റീവ് പ്ലാന്റ് അല്ലെങ്കിൽ നേറ്റീവ് അനിമൽ, അവിടെ തന്നെ വളരുന്നത്. അപ്പോൾ അതിനെ നേറ്റീവ് പ്ലാന്റ്, നേറ്റീവ് അനിമൽ എന്ന് പറയും. അപ്പോൾ കാക്ടസ് ഒരു നേറ്റീവ് പ്ലാന്റ് ആണ്, അതൊരു ഫ്ലോറ ആണ്. സോ ഈ കാക്ടസ് പോലെ തന്നെ മറ്റ് ഫോറസ്റ്റുകളിൽ വളരുന്ന പ്ലാന്റ്സ് ഉണ്ട്. അതായത് ചില ഇടങ്ങളിൽ, എല്ലാ ഫോറസ്റ്റിലും കാണാൻ പറ്റില്ല, ചില ഫോറസ്റ്റുകളിൽ മാത്രമേ അതിന് കാണാൻ പറ്റുള്ളൂ. സോ ഈ ഡീഫോറസ്റ്റേഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഫോണകൾക്കാണ് അല്ലെങ്കിൽ ഫ്ലോറ ഫോണകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത്. കാരണം എന്താ വെച്ചാൽ അതിന് എക്സ്റ്റിൻഷൻ സംഭവിക്കാൻ കൂടുതൽ ചാൻസ് ആണല്ലേ. കാരണം അവിടെ മാത്രം, ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രം വളരുന്ന പ്ലാന്റ്സും അനിമൽസും ആവുമ്പോൾ അവർക്ക് എന്തായാലും വംശനാശം സംഭവിക്കാൻ ചാൻസ് കൂടുതലാണ്. ഫോണൊക്കെ ഒരു എക്സാമ്പിൾ പറയുകയെന്ന് വെച്ചാൽ ലിയോപാഡ് എന്നുള്ളത് ഇപ്പോൾ വേൾഡിൽ തന്നെ എടുക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ആഫ്രിക്ക, ഇന്ത്യ, ചൈന അങ്ങനെ കുറച്ച് കൺട്രീസിൽ മാത്രമേ ഉള്ളൂ. ഇത് ചില ഫോറസ്റ്റുകളിൽ മാത്രമാണ് അതിനെ കാണപ്പെടുന്നുള്ളൂ. അപ്പോൾ അതൊരു ഫോണയാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഒരു പെർട്ടിക്കുലർ ഏരിയ, അതവിടെ എന്തായാലും പറയുക. ഓക്കെ, സോ മെയിൻലി പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ആയ നാഷണൽ പാർക്കൊക്കെ ഈ ഫ്ലോറയ്ക്കും ഫോണയ്ക്കും ആണ് കൂടുതൽ കൺസർവേഷൻ കൊടുക്കുന്നുണ്ട് അവിടെ. ഓക്കെ, കൺസർവേഷൻ ഓഫ് ഫ്ലോറ ആൻഡ് ഫോണ എന്ന് പ്രത്യേകം നാഷണൽ പാർക്കിൻ്റെ കാര്യത്തിൽ പറയണം. സോ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് പഞ്ചമരി ബയോസ്ഫിയർ റിസർവിലുള്ള ഫ്ലോറകളെയും ഫോണകളെയും പറ്റിയിട്ടാണ്. അപ്പോൾ അവിടെ ഏതൊക്കെ ഫ്ലോറനെയും ഫോണനെയാണ് കൺസേർവ് ചെയ്ത് വരുന്നത് എന്ന് നോക്കാം. ഫ്ലോറയ്ക്ക് എക്സാമ്പിൾസ് സാൽ, ടീക്ക്, മാംഗോ, ജാമൂൻ, സിൽവർ ഫേൺസ്, അർജുൻ, ഇതൊക്കെയാണ് അവിടുത്തെ ആ പ്ലാന്റ്സിൻ്റെ ഒക്കെ പേരുകൾ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ പേരൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. 2 എണ്ണമെങ്കിലും തീർച്ചയായിട്ടും ഓർത്ത് വെക്കണം. ഇവിടെ കാണുന്ന ഫൗണ എന്ന് പറയുന്നത് വൈൽഡ് ഡോഗ്, ചീറ്റൽ, വോൾഫ്, ലിയോപാർഡ്. സോ 1 or 2 എങ്കിലും മെയിനായിട്ട് ഓർത്ത് വെക്കണം. സോ വാട്ട് ഈസ് എൻഡമിക് സ്പീഷ്യസ്? എൻഡമിക് സ്പീഷ്യസ് പറയുന്ന മുമ്പ് എന്താണ് സ്പീഷ്യസ് എന്നുള്ളൊരു ഐഡിയ വേണം. ഇപ്പോൾ ഈ ഡോഗ്സിൻ്റെ കേസ് എടുക്കാം. സോ ഇതെല്ലാം സെയിം സ്പീഷ്യസിലുള്ള ആൾക്കാരാണ് ഈ എല്ലാ ഡോഗ്സും. ഇതിന് ഡിഫറെൻറ്റ് നെയിംസ് ആണ് നമ്മൾ കൊടുക്കുക അക്കോർഡിംഗ് ടു ദാറ്റ് അപ്പിയറൻസ് അല്ല. നമ്മൾ ബുൾ ഡോഗ്, ജർമ്മൻ ഷെപ്പേർഡ്, ലാബ്രഡർ എന്നൊക്കെ പല പേരുകളും ഇവർക്ക് കൊടുക്കാറുണ്ട് അല്ലേ. സോ ഇവരൊക്കെ ഒരു സെയിം സ്പീഷ്യസിൽ, ഡോഗ് കാറ്റഗറിയിൽ സെയിം സ്പീഷ്യസിൽ വരുന്ന ആൾക്കാരാണ്. ഇവർക്ക് തമ്മിൽ എണ്ണ ചേർന്നിട്ട് ദാറ്റ് ഇസ് ബ്രീഡിങ് ചെയ്തിട്ട് പുതിയ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ പറ്റും. ദാറ്റ് ഇസ്
ഓഫ് സ്പ്രിങ്സ് അല്ലേ. സോ ഒരു സെയിം സ്പീഷ്യസിലുള്ള ആൾക്കാർ തമ്മിൽ ബ്രീഡ് ചെയ്താൽ മാത്രമേ അവിടെ ഓഫ് സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദേ ആർ ദ ഗ്രൂപ്പ് ഓഫ് പോപ്പുലേഷൻ ദാറ്റ് ഷെയർസ് കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്. ഒരേ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അവർക്കുള്ളത് അല്ലേ. ഇപ്പോൾ ബിയറിൻ്റെ ഒരു കേസ് എടുക്കുക. ബിയർ തന്നെ പല തരത്തിലുണ്ട്. ബ്രൗൺ ബിയർ ഉണ്ട്, ബ്ലാക്ക് ബിയർ ഉണ്ട്, പോളാർ ബിയർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം, അതുപോലെ ജയൻറ്റ് ബിയർ, നമ്മൾ പാണ്ട എന്നൊക്കെ പറയുന്ന ബിയർ. സോ ഇങ്ങനത്തെ ബിയറിൽ 8 തരം സ്പീഷീസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇവരൊക്കെ നമുക്ക് കാണുമ്പോൾ ആ ബിയർ എന്ന് പറയുമെങ്കിലും ഇവർ വേറെ വേറെ 8 സ്പീഷീസിൽ പെട്ട ആളുകളാണ് ഇവരൊക്കെ. ബട്ട് ദീസ് സ്പീഷീസ് ആർ കാപ്പബിൾ ഓഫ് ഇൻ്റർ ബ്രീഡിങ്, അതായത് ക്രോസ് ബ്രീഡിങ് പറ്റും. ഇപ്പോൾ ഒരു പോളാർ ബിയറും ഒരു ബ്ലാക്ക് ബിയറും തമ്മിൽ അവിടെ ബ്രീഡ് ചെയ്യാം, ഇൻ്റർ ബ്രീഡ് ചെയ്യാം. അതായത് സെയിം സ്പീഷീസ് അല്ലാതെ, പക്ഷെ അവിടെ കുട്ടികൾ ഉണ്ടാവില്ല. സോ സ്പീഷീസ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് പോപ്പുലേഷൻ വിച്ച് ആർ കാപ്പബിൾ ഓഫ് ഇൻ്റർബ്രീഡിങ്. ഇൻ്റർബ്രീഡിങ് പറ്റും, പക്ഷേ സെയിം സ്പീഷീസിലുള്ള ആളുകൾക്ക് മാത്രമേ കുഞ്ഞുങ്ങൾ ഉണ്ടാവുള്ളൂ. ദ മെമ്പേഴ്സ് ഓഫ് എ സ്പീഷീസ് ക്യാൻ റീപ്രൊഡ്യൂസ് ഫെർട്ടൈൽ ഓഫ് സ്പ്രിങ് ഓൺലി വിത്ത് ദ മെമ്പേഴ്സ് ഓഫ് ദയർ ഓൺ സ്പീഷീസ് ആൻഡ് നോട്ട് വിത്ത് ദ മെമ്പേഴ്സ് ഓഫ് അതർ സ്പീഷ്യസ്. ഓക്കെ, സോ എൻഡമിക് സ്പീഷ്യസ് ഞാൻ പറഞ്ഞു. എൻഡമിക് ഫ്ലോറ ഉണ്ട്, എൻഡമിക് ഫോണ ഉണ്ട്. എൻഡമിക് ഫോണ ഞാൻ ആദ്യം എക്സാമ്പിൾ പറയാം പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ പറഞ്ഞ ജയൻറ്റ് ബിയർ അല്ലേ, അല്ലെങ്കിൽ പാണ്ട എന്ന് പറയുന്ന ആ ബിയർ എന്ന് പറയുന്നത്, അതിനെ നമുക്ക് ചൈനയിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ലോകത്ത് വേറെ എവിടെയും അതിനെ കാണാൻ പറ്റും. സോ ദീസ് സ്പീഷ്യസ് ആർ ഫൗണ്ട് എക്സ്ക്ലൂസീവ്ലി ഇൻ എ പെർട്ടിക്കുലർ ഏരിയ. എക്സ്ക്ലൂസീവ്ലി എന്ന് ഉദ്ദേശിക്കുന്നത് ഓൺലി എന്നാണ്. അവിടെ തന്നെ കാണുള്ളൂ, ഓൺലി അവിടെ തന്നെ കാണുള്ളൂ, എക്സ്ക്ലൂസീവ്ലി. വേറെ എവിടെയും കാണാൻ പറ്റില്ല. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് പറയാം ദേ ആർ സ്പെസിഫിക് ടു ദാറ്റ് ഏരിയ എന്ന്. ചിലപ്പോൾ അതൊരു ലോകത്തിലൊരു സ്റ്റേറ്റിൽ മാത്രമായിരിക്കാം, അല്ലെങ്കിൽ ലോകത്തിൽ വെച്ച് ഒരു കൺട്രിയിൽ മാത്രമേ അതിന് കാണാൻ പറ്റുള്ളൂ. അത്രയും സ്പെസിഫിക്. വെറും ഫ്ലോറയിൽ ഞാൻ പറഞ്ഞിരുന്നു പെർട്ടിക്കുലർ, ഇപ്പോൾ ഡെസേർട്ടിൻ്റെ കാര്യം പറഞ്ഞ പോലെ പല ഭാഗങ്ങളിൽ, അതായത് ഒരു ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യൻ ഗൾഫ് കൺട്രീസ് അങ്ങനെയൊക്കെ ഉണ്ടാവാം അല്ലേ. അപ്പോൾ അത് പെർട്ടിക്കുലർ ഏരിയയിലാണെങ്കിൽ കുറവാണത്, കുറച്ച് കാണുന്നുള്ളൂ. പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രമാണെങ്കിലും കുറച്ചും കൂടി സാധ്യതകളുണ്ട്. എൻഡമിക് സ്പീഷീസ് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്പെസിഫിക് ആണ്. സോ നമുക്ക് ചാർട്ട് ഫില്ല് ചെയ്യാം. ദാറ്റ് ഈസ് എൻഡമിക് ഫ്ലോറ അല്ലേ. എൻഡമിക് ഫ്ലോറ എന്ന് പറയുമ്പോൾ നോട്ട് ഫൗണ്ട് ഇൻ അതർ ഏരിയാസ് വിച്ച് ഇസ് സ്പെസിഫിക് ടു ദാറ്റ് ഏരിയ. ഓക്കെ, ഫ്ലോറ എന്താണ്? ഓഫ് കോഴ്സ് നമുക്കറിയാം പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, എന്നാലും ഫൗണ്ട് ഇൻ അതർ ഏരിയാസ് ഓൾസോ. മറ്റ് ഏരിയാസിലും ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് അതുണ്ടാവാം. പക്ഷേ രണ്ടിൻ്റെയും പറയേണ്ടത്, രണ്ടിൻ്റെയും നമ്പേഴ്സ് അവിടെ വളരെ കുറവാണ്. ഇതിനെന്തെങ്കിലും നമ്മൾ നശിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അവരുടെ ഹാബിറ്റേറ്റ് നമ്മൾ ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് എക്സ്റ്റിങ്ഷൻ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. എക്സ്റ്റിങ്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? വംശനാശം. ഇനി ഇപ്പോൾ നാളെ ഇപ്പോൾ ഒരു എന്താ പറയുക, പാണ്ട ബിയറിനെ നമ്മൾ കാണാൻ പറ്റിയെന്ന് വരില്ല. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നേ നമ്മൾ അറിയില്ല. അപ്പോൾ എൻഡമിക് ഫൗണ എന്താണ്? അതും നോട്ട് ഫൗണ്ട് ഇൻ അതർ ഏരിയ, സ്പെസിഫിക് ടു ദാറ്റ് ഏരിയ. അതിന് എക്സാമ്പിളായിട്ട് ഈ പാണ്ട ബിയർ പറയാമെങ്കിലും നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ ജയൻറ്റ് സ്ക്വിരൽ, ഫ്ലൈയിങ് സ്ക്വിരൽ, അതായത് ഈ പഞ്ചമരി ബയോസ്ഫിയർ റിസർവിലുള്ള ജയൻറ്റ് സ്ക്വിരൽ, നമ്മുടെ സാധാരണ സ്ക്വിരലിൻ്റെ സ്പീഷീസ് നമ്മൾ കാണുന്ന അണ്ണാൻകുട്ടികളുണ്ട്, നമ്മൾ ചുറ്റിലും കാണുന്ന, കേരളത്തിലും എല്ലാം ഉണ്ട് അല്ലേ, അണ്ണാൻ. പക്ഷെ അതിൻ്റെ ഈ ജയൻറ്റ് സ്ക്വിരൽ, ഫ്ലൈയിങ് സ്ക്വിരലൊക്കെ ഇവിടെ മാത്രമേ ഉള്ളൂ. ഈ പഞ്ചമരി ബയോസ്ഫിയർ റിസർവിൽ മാത്രം ഉള്ളതാണ്. സോ അവിടെ തന്നെയുള്ള ഫൗണ, വെറും ഫൗണ, എൻഡമിക് ഫൗണ അല്ല. ഫൗണ എന്ന് പറയുന്നത് എക്സാമ്പിൾസ് വൈൽഡ് ഡോഗ്, വോൾഫ്, ലിയോപാഡ്, അതൊക്കെയാണ്. ഇപ്പോൾ വോൾഫ്, ചെന്നായനൊക്കെ നമ്മൾ എന്താണ് പുറത്ത് വേറെയും പെർട്ടിക്കുലർ ഏരിയാസിൽ കാണാൻ പറ്റും അല്ലേ. ഐ മീൻ വേറെ കൺട്രീസിലോ വേറെ സ്റ്റേറ്റ്സിലോ ഒക്കെ ഉണ്ടാവാം. അപ്പോൾ ഈ നമ്മുടെ ഇന്ത്യയിൽ ഇവിടെ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. പക്ഷെ ഒരു ജയൻറ്റ് സ്ക്വിരലിനെ വേറെ എവിടെയും കാണാൻ പറ്റില്ല. ഒരു കൺട്രി ഈ ഇന്ത്യയിൽ നിന്നല്ല, ഇന്ത്യയിൽ ഇവിടെ വിട്ടാൽ പിന്നെ ഇനി വേറെ ഏത് കൺട്രീസിലൊന്നും കാണാൻ പറ്റില്ല ജയൻറ്റ് സ്ക്വിരലിനെ. അതാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ എൻഡമിക് ഫ്ലോറയ്ക്ക് എക്സാമ്പിൾ ആണ് വൈൽഡ് മാംഗോ, സാൽ. ഓക്കെ സോ ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് പഠിച്ചു വെക്കാം. സോ ബയോസ്ഫിയർ റിസർവ് ആൻഡ് ഈ നാഷണൽ പാർക്കിലൊക്കെ തന്നെ ഫ്ലോറ ഫയോണയ്ക്ക് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്, അവരെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, to preserve flora and fauna. Next is endangered animals and extinct animals. Endangered എന്ന് പറഞ്ഞാൽ അതിൻ്റെ നമ്പർ അവിടെ കുറഞ്ഞു വരും. നമ്പേഴ്സ് ആർ ഡെമിനിഷിങ് ടു സച്ച് എ ലെവൽ ദാറ്റ് ദേ മൈറ്റ് ഫേസ് എക്സ്റ്റിങ്ഷൻ. എക്സ്റ്റിങ്ഷൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന, വംശനാശം എപ്പോൾ വേണമെങ്കിൽ സംഭവിക്കാം. അത്രയും നമ്പർ അതിൻ്റെ കുറഞ്ഞു വരികയാണ്. അങ്ങനത്തെ അനിമൽസിനെ നമ്മൾ എൻഡേഞ്ചേർഡ് അനിമൽസ് എന്നാണ് പറയുന്നത്. സോ നമ്പർ കുറഞ്ഞു വരുന്ന അനിമൽസ്
എന്ന് പറയുന്നത് ടൈഗേഴ്സ് ഒരുപാട് കുറഞ്ഞിട്ട് വരുന്നുണ്ട്. വൈൽഡ് ബഫല്ലോ, അതുപോലെ തന്നെ പാൻഡ ബിയർ, ഇപ്പം ഞാൻ പറഞ്ഞ പാൻഡ ബിയർ, അത് ബാരാസിംഗ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡിയർ സംഭവം, അതിൻ്റെ ഒരു കാറ്റഗറിയാണ് ബാരാസിംഗ. സോ എന്താണ് എൻഡേഞ്ചേർഡ് അനിമൽ ആൻഡ് അതിൻ്റെ എക്സാമ്പിൾസ് കുറച്ച് പഠിച്ചു വെക്കുക. ആൻഡ് വാട്ട് ഈസ് എക്സ്റ്റിങ്ക്റ്റ് അനിമൽസ്? എക്സ്റ്റിങ്ക്റ്റ് പറഞ്ഞാൽ അവരുടെ നമ്പർ 0 ആണ്, ഇവിടെ ഇല്ല. ഓക്കെ, വംശനാശം ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു, നമുക്കൊന്നും അവരെ അറിയത്തില്ല. ഓക്കെ, ഇപ്പം നമ്മൾ അവരെ കണ്ടിട്ടില്ല ഇന്നത്തെ കാലത്ത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡൈനോസേഴ്സിൻ്റെ കുറേ ഫിലിംസ് അല്ലാതെ നമ്മൾ അതിനെ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല അല്ലേ? ബിക്കോസ് അത് ഓൾറെഡി ദർ ഇസ് നോ ഡൈനോസേഴ്സ് നൗ, because they become extinct. A species of animals which became extinct because of the disturbance in their natural habitat. അവരുടെ നാച്ചുറൽ ഹാബിറ്റേറ്റിനെ ഡിസ്റ്റർബ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഇതുപോലത്തെ എന്താ പറയുക ഡിഫോറസ്റ്റേഷനും എല്ലാം ചെയ്തിട്ട് അവരെന്തായി, ആ ഡിനോസേഴ്സ് എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് പോയി. അതുപോലെ തന്നെ ഡോഡോ ബേർഡ്, പിന്നെ വൂളി മാമോത്ത്, നമ്മൾ ഐസ് ഏജ് ഫിലിം കണ്ടിട്ടുണ്ടല്ലേ, ഈ വൂളി മാമോത്തിനെ അതിൽ കണ്ടിട്ടുണ്ടാവും. അത് ടൈപ്പ് ഓഫ് എലിഫൻ്റ് ആണ്, അത് ഇന്ന് ഇല്ല. ഓക്കെ, ദേ ആർ ഓൾ എക്സ്റ്റിങ്ക്റ്റ്. സോ ഒരു എൻഡേഞ്ചേർഡ് അനിമൽ എന്താണ്, എക്സ്റ്റിങ്ക്റ്റ് അനിമൽ എന്താണ്, എന്താ അവർ തമ്മിൽ ഡിഫറൻസ് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, എൻഡേഞ്ചേർഡ് എന്ന് പറഞ്ഞാൽ വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്നത്, ദേ ആർ ഫേസിങ് ദിസ് എക്സ്റ്റിങ്ഷൻ. എക്സ്റ്റിൻറ്റ് പറഞ്ഞാൽ ഓൾറെഡി നമ്പർ 0 ആണ്. ഓക്കെ, ഇവിടെ ഇല്ല, വംശനാശം സംഭവിച്ചു കഴിഞ്ഞു. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഈ എൻഡേഞ്ചേർഡ് അനിമൽസിനെ കുറിച്ചിട്ട് നമ്മൾ ഒരു റെക്കോർഡ് കീപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ടൈഗർ, വൈൽഡ് ബഫല്ലോ ഒക്കെ ഈ വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, നമ്പർ കുറഞ്ഞുകൊണ്ടിരിക്കണം എന്നൊക്കെ നോട്ട് ചെയ്യാനൊരു ബുക്ക് ഉണ്ട്. ആ ബുക്കിൻ്റെ പേരാണ് റെഡ് ഡാറ്റ ബുക്ക്. 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, അതും അല്ലെങ്കിൽ എന്താണ് റെഡ് ഡാറ്റ ബുക്ക് എന്ന് ചോദിക്കാം. ദാറ്റ് ഇസ് ഇറ്റ് എ സോഴ്സ് ബുക്ക് വിച്ച് കീപ്സ് എ റെക്കോർഡ് ഓഫ് ഓൾ എൻഡേഞ്ചേർഡ് അനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. ക്ലിയർ? ഇനി ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന വേറൊരു ടേമാണ് മൈഗ്രേഷൻ. നമ്മൾ അറ്റ്ലീസ്റ്റ് ഫിലിംസിലെങ്കിലും അല്ലെങ്കിൽ നേരിട്ടും പലരും കണ്ടിട്ടുണ്ടാവും ഒരുപാട് ബേർഡ്സ് കൂട്ടത്തോടെ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നത് അല്ലേ? മൂവ്മെൻറ്റ് ഓഫ് എ സ്പീഷ്യസ് ഫ്രം ഇറ്റ്സ് ഓൺ ഹാബിറ്റേറ്റ് ടു സം അതർ ഹാബിറ്റേറ്റ് ഫോർ എ പെർട്ടിക്കുലർ ടൈം പീരീഡ് എവ്രി ഇയർ ഫോർ എ സ്പെസിഫിക് പർപ്പസ് ലൈക്ക് ബ്രീഡിങ്. എല്ലാ വർഷവും ഇതുപോലെ സ്വന്തം ആവാസ സ്ഥലത്ത് നിന്നും, ദാറ്റ് ഇസ് ഹാബിറ്റേറ്റ്, സ്വന്തം ഹാബിറ്റേറ്റിൽ നിന്നും വേറൊരു ഹാബിറ്റേറ്റിലേക്ക് മൂവ് ചെയ്യുന്നതിനെ നമ്മൾ അതായത് ഒരു സ്പെഷ്യൽ പർപ്പസ് അതിനുണ്ടാവും. ഫോർ എക്സാമ്പിൾ ബ്രീഡിങ്, അതായത് ഇപ്പോൾ ബേർഡ്സ് ആണെങ്കിൽ ടു ലേ എഗ്. ഓക്കെ, അപ്പോൾ ഇവിടെ നല്ല ചൂടുള്ളൊരു സമയത്ത് ആയിരിക്കും അവർക്ക് കംഫർട്ടബിൾ ആയിട്ട്. ക്ലൈമാറ്റിക് ചേഞ്ചസ് ഒക്കെ വരുമ്പോൾ, അതായത് നല്ല കോൾഡ് ആയിട്ടുള്ള സമയത്ത് ദേ കനോട്ട് സർവൈവ് ദെയർ, സോ ദേ നീഡ് ടു മൂവ് ടു ലേ എഗ്സ്. അതുപോലെ ഓഫറിങ്സിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഒക്കെ എന്ത് ചെയ്യണം, അവർക്ക് ആ സ്ഥലം വിട്ട് പോകേണ്ടി വരും. പർപ്പസ് എന്ന് പറയുന്നത് കൂടുതലും ബ്രീഡിംഗ് ആണ്, അതായത് കുഞ്ഞുങ്ങൾ ലേ എഗ്സ് ആൻഡ് ടു പ്രൊഡ്യൂസ് ഓഫ് സ്പ്രിങ്സ്. നെക്സ്റ്റ് ഇസ് റീസൈക്ലിംഗ് ഓഫ് പേപ്പർ. 1 ടൺ പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 17 ഫുൾ ഗ്രോൺ ട്രീസിനെയാണ് കട്ട് ചെയ്യുന്നത്. സോ ആലോചിച്ച് നോക്കി, ഇത്രയും ട്രീസ് ആണ് വെറും 1 ടൺ പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോ വി നീഡ് ടു സേവ് പേപ്പർ അല്ലേ? പേപ്പർ ഒരിക്കലും നമ്മൾ വേസ്റ്റ് ആകും, ബിക്കോസ് നമുക്ക് പേപ്പറിനെ റീസൈക്കിൾ ചെയ്യാൻ പറ്റും. സോ വി ഷുഡ് സേവ്, റീയൂസ് ആൻഡ് റീസൈക്കിൾ പേപ്പേഴ്സ്. ഓക്കെ, ദെയർബൈ വി ക്യാൻ സേവ് ട്രീസ് അല്ലേ? നമ്മുടെ വീട്ടിൽ ഈ പേപ്പേഴ്സൊക്കെ വാങ്ങാൻ ആൾക്കാർ വരില്ലേ? പേപ്പേഴ്സും പഴയ പ്ലാസ്റ്റിക് അതുപോലത്തെ സാധനങ്ങളൊക്കെ വാങ്ങാൻ എന്താ ചെയ്യുന്നത്? അവർ റീസൈക്കിൾ ചെയ്യണം അതിനെ. അപ്പോൾ മാക്സിമം അങ്ങനെയൊക്കെ പേപ്പേഴ്സ് വേസ്റ്റ് ആക്കാതെ അങ്ങനെയുള്ള ആൾക്കാർക്കെങ്കിലും കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് ഇസ് റീഫോറസ്റ്റേഷൻ. നമ്മൾ ഈ ഡീഫോറസ്റ്റേഷനുള്ള മെയിൻ റെമഡി എന്ന് പറയുന്നത് റീഫോറസ്റ്റേഷൻ ആണ്, അതായത് റീസ്റ്റോക്കിംഗ് ഓഫ് ട്രീസ് അല്ലേ? ഈ ഡെസ്ട്രോയിഡ് ഫോറസ്റ്റിനെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുക ബൈ പ്ലാന്റിങ് ന്യൂ ട്രീസ്. ഓക്കെ, നമ്മൾ പ്ലാന്റ് ചെയ്യാം. അതുമാത്രമല്ല, ഇനിയിപ്പോൾ ഡീഫോറസ്റ്റേഷൻ നടന്നു കഴിഞ്ഞിട്ട് നമ്മൾ ആ ലാൻഡ് അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് ലീവ് ചെയ്ത് കഴിഞ്ഞാൽ വി ലെഫ്റ്റ് ഇറ്റ് അൺഡിസ്റ്റർബ്ഡ്, അത് സ്വന്തമായി തന്നെ അവിടെ തളിർത്ത് വന്നോളും. ഓക്കെ, അപ്പോൾ വി നീഡ് ടു അൺഡിസ്റ്റർബ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ. നമുക്ക് പെട്ടെന്നൊന്ന് എക്സസൈസ് നോക്കണം, കാരണം ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എക്സസൈസിലുണ്ട്. 5-6 മിനിറ്റ്സിലൊന്ന് പെട്ടെന്ന് ഓടിച്ചു വിടാം കേട്ടോ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്
എ പ്ലേസ് where animals are protected in their natural habitat. നാച്ചുറൽ ഹാബിറ്റേറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അത് എന്താണ്? വൈൽഡ് ലൈഫ് സാങ്ച്വറി അല്ലേ. സ്പീഷ്യസ് ഫൗണ്ട് ഓൺലി ഇൻ എ പെർട്ടിക്കുലർ ഏരിയ ഈസ് നോൺ ആസ് എന്താണ്? എൻഡെമിക് സ്പീഷ്യസ്. സ്പീഷ്യസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. പെർട്ടിക്കുലർ ഏരിയയിലുള്ള സ്പീഷ്യസ്, എൻഡെമിക് സ്പീഷ്യസ്. മൈഗ്രേറ്ററി ബേർഡ്സ് ഫ്ലൈ ടു ഫാർ അവേ പ്ലേസസ് ബിക്കോസ് ഓഫ് ഡാഷ് ചേഞ്ചസ്. ഞാൻ പറഞ്ഞു ക്ലൈമാറ്റിക് ചേഞ്ചസ് അല്ലേ. ക്ലൈമറ്റിന് വ്യത്യാസങ്ങൾ, ഹോട്ടാണ് അവർക്ക് വേണ്ടത്, കോൾഡ് നല്ലോണം ആയി കഴിയുമ്പോഴാണ് അവർ പോകുക. സോ ക്ലൈമാറ്റിക് ചേഞ്ചസ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ വൈൽഡ് ലൈഫ് സാങ്ച്വറി ആൻഡ് ബയോസ്ഫിയർ റിസർവ്. ഇതിന് ശേഷം ഞാൻ നോട്ട്സ് തരുന്നുണ്ട്, അപ്പോൾ അതിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നോട്ട്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. ഇതൊന്ന് ജസ്റ്റ് പോസ് ചെയ്തിട്ട് നോക്കുക. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. വൈൽഡ് ലൈഫ് സാങ്ച്വറി പറയുമ്പോൾ വൈൽഡ് ആനിമൽസിനെ പ്രൊട്ടക്ട് ചെയ്യലാണ്. ബയോസ്ഫിയർ റിസർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ നമ്മൾ ബയോഡൈവേഴ്സിറ്റി അത് മെയിൻ പറയണം അവിടെ. ഓക്കെ, അവിടെ കൺസേർവ് ചെയ്യുന്നത് കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റിയാണ്. ബയോഡൈവേഴ്സിറ്റി എന്താണെന്ന് പറയണം. രണ്ടിനും എക്സാമ്പിൾസ് കൊടുക്കണം കേട്ടോ. ഇനി സൂ ആൻഡ് വൈൽഡ് ലൈഫ് സാങ്ച്വറി. വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറയുമ്പോൾ നാച്ചുറൽ ഹാബിറ്റേറ്റ് ആണ്. സൂ ആണെങ്കിൽ അവിടെ ആർട്ടിഫിഷ്യൽ സെറ്റപ്പാണ്, ആർട്ടിഫിഷ്യൽ ഹാബിറ്റേറ്റ് ആണ്. അതുപോലെ വൈൽഡ് ലൈഫ് സാങ്ച്വറീസിൽ അനിമൽസ് അത്ര സേഫ് അല്ല, പക്ഷെ സൂവിൽ സേഫ് ആണ് അല്ലേ. അതുപോലെ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ അനിമൽസ് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും. നാച്ചുറൽ ഹാബിറ്റേറ്റ് ആയതുകൊണ്ട് സൂവിലാണെങ്കിൽ അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല അല്ലേ. ആർട്ടിഫിഷ്യൽ സെറ്റപ്പ് ആണല്ലോ അവിടെ. സോ എൻഡേഞ്ചേർഡ് ആൻഡ് എക്സ്റ്റിൻക്റ്റ് സ്പീഷ്യസ് നമ്മൾ വ്യത്യാസം. എൻഡേഞ്ചേർഡ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റിങ്ഷൻ്റെ വക്കത്ത് നിൽക്കുന്ന ആളുകളാണ്, അടുത്ത എക്സ്റ്റിങ്ക്റ്റ് ആവാൻ പോകുന്ന ആളുകളാണ് അല്ലേ. അവരുടെ നമ്പർ ഡെമിനിഷിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എക്സ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്പർ 0 അല്ലേ. അപ്പോൾ അതൊന്ന് പോസ് ചെയ്ത് നോക്കുക. ഫ്ലോറ ആൻഡ് ഫോണ അതും നമ്മൾ ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ കാണുന്ന പ്ലാന്റ്സ് ആണ് ഫ്ലോറ, അനിമൽസ് ആണ് ഫോണ. ഡിസ്കസ് ദ എഫക്റ്റ് ഓഫ് ഡീഫോറസ്റ്റേഷൻ ഓൺ ദ ഫോളോവിങ്. വൈൽഡ് അനിമൽസിൽ എന്താണ് എഫക്റ്റ് ഉണ്ടാവുന്നത്? അതായത് വൈൽഡ് അനിമൽസിൽ അവർ പ്രൊട്ടക്ഷൻ ഇല്ലാണ്ടാവുകയാണ് അല്ലേ. ഡീഫോറസ്റ്റേഷൻ, അതുപോലെ അവരുടെ നാച്ചുറൽ ഹാബിറ്റേറ്റ് അവിടെ ഡിസ്റ്റർബ് ആവുകയാണ്. അവരിനെ പിന്നീട് അത് എൻഡേഞ്ചർ ആവാനും എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട് വൈൽഡ് അനിമൽസ് അല്ലേ. അവരുടെ ഷെൽട്ടർ അവിടെ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് പോസ് ചെയ്തിട്ടെല്ലാം നോക്കണം കേട്ടോ. ഇനി എൻവയോൺമെൻറ്റിൽ എന്താണ് ഇത് വരുന്നത്? നമ്മൾ പറഞ്ഞു ക്ലൈമറ്റിക് കണ്ടീഷൻ പറഞ്ഞു, ദാറ്റ് ഈസ് ടെമ്പറേച്ചർ കൂടുന്നു, റെയിൻഫോളിനെ എഫക്റ്റ് ചെയ്യുന്നു, സോയിൽ ഇറോഷൻ സംഭവിക്കുന്നു, ഡെസേർട്ടിഫിക്കേഷൻ ആവുന്നു അല്ലേ. ക്ലൈമറ്റിൽ ഡ്രാസ്റ്റിക് ചേഞ്ചസ്, അതായത് ഫ്ലഡ് ഉണ്ടാവുന്നു, അതേസമയം ഡ്രോട്ട് ഉണ്ടാവുന്നു, ഗ്രൗണ്ട് വാട്ടർ ലെവൽ വെള്ളം കിട്ടാത്ത അവസ്ഥ വരുന്നു, അവിടെ ഇൻഫിൽട്രേഷൻ നടക്കാതെ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. അതാണ് എൻവയോൺമെൻറ്റിൽ. പൊല്യൂഷൻ ഉണ്ടാവുന്നു, ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് കൂടുകയാണല്ലോ, ഗ്ലോബൽ വാർമിംഗ് അല്ലേ. ഇനി വാട്ട് അബൌട്ട് വില്ലേജസ്? വില്ലേജസ് എന്ന് പറയുമ്പോൾ വില്ലേജസ് കുറേ നമ്മൾ ഫോറസ്റ്റിനെ അവർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. ഫുഡ്, ഫ്യൂൾസ്, അങ്ങനെ എല്ലാം, അതിനെല്ലാം വില്ലേജസ് നമ്മുടെ ഫോറസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല ഡീഫോറസ്റ്റേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ വൈൽഡ് അനിമൽസ് എല്ലാം നാട്ടിലിട്ട് ഇറങ്ങി വരും. അത് അവർക്ക് ഡേഞ്ചറസ് ആണ് അല്ലേ. ഇനി സിറ്റീസിൽ എന്താണ്? സിറ്റീസ് ഡയറക്റ്റ്ലി റിലേറ്റഡ് അല്ലെങ്കിൽ പോലും അവിടെ പൊല്യൂഷൻ ഉണ്ടാവുന്നു അല്ലേ. ഡീഫോറസ്റ്റേഷൻ കൊണ്ട് കൂടുതൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ അവിടെ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡും പൊല്യൂഷനും ഒക്കെ വരുന്നു. അതുപോലെ നാച്ചുറൽ കലാമിറ്റീസ് ലൈക്ക് ഫ്ലഡ്, ഡ്രോട്ട് അല്ലേ, അതെല്ലാം വരുന്നു. അതൊക്കെ സിറ്റീസിലാണ്. അതൊക്കെ കുറേയൊക്കെ നമ്മൾ ഓൺ വേർഡ്സിൽ എഴുതാനായിട്ട് പറ്റണം. നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ കുറേ ഓൺ വേർഡ്സിൽ അങ്ങോട്ട് വെച്ച് എഴുതുക കേട്ടോ. അതുപോലെ എർത്തിൽ എന്താണ് ഞാൻ പറഞ്ഞ പോലെ ഈ സോയിൽ എറോഷൻ, പൊല്യൂഷൻ, ഇപ്പോൾ പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ്. അതുപോലെ സോയിലിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് മാറുന്നു, ഡെസേർട്ടായി മാറുന്നു, ഗ്ലോബൽ വാർമിംഗ്, ക്ലൈമറ്റ് ചേഞ്ചസ്, ഫ്ലഡ്, ഡ്രോട്ട് ഒക്കെ സെയിം തന്നെ. ഓക്കെ, നെക്സ്റ്റ് ജനറേഷൻ എന്താണ്? ഡീഫോറസ്റ്റേഷൻ കൊണ്ട് കുറേ ഫ്ലോറ, ഫ്യോണ ഒക്കെ എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് പോയിട്ട് കുറേ എണ്ണം എൻഡേഞ്ചർ ആയിട്ടുണ്ട് അല്ലേ. അപ്പം നെക്സ്റ്റ് ജനറേഷൻ ആർക്കും ഇത്ര ഈ ഫ്ലോറനെയും ഫ്യോണനെയും ഒന്നും കാണാനായിട്ട് പറ്റില്ല. അതുപോലെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻ്റ് ആയിരിക്കും ഇനിയുള്ളതും. ഇപ്പോൾ ഓൾറെഡി ആണ്, ഇനിയും കൂടുതൽ ക്ലീൻ ഹെൽത്തി എൻവയോൺമെൻ്റ് ഒന്നും അവർക്ക് ഇല്ലാത്തൊരവസ്ഥ വരും നെക്സ്റ്റ് ജനറേഷന്. ഓക്കെ, വാട്ട് വിൽ ഹാപ്പൻ ഇഫ് വി ഗോ ഓൺ കട്ടിങ് ട്രീസ്? ഡീഫോറസ്റ്റേഷൻ തന്നെയാണ് കട്ടിങ് ട്രീസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ എന്താണ്? എക്കോളജിക്കൽ ബാലൻസ് ഡിസ്റ്റർബ് ആവും. അത് എല്ലാത്തിലും നമുക്ക് ഈ പോയിന്റ്സ് ചെയ്താട്ടോ. ഈ പോയിന്റ് എഴുതാം. എക്കോളജിക്കൽ ബാലൻസ്, എക്കോളജി എന്ന് പറയുമ്പോൾ ഞാൻ എക്കോസിസ്റ്റത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ലിവിങ്ങും നോൺ ലിവിങ്ങും ക്ലൈമറ്റും എല്ലാം അടങ്ങുന്നതാണ് എക്കോളജി, എക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ. എക്കോളജിക്കൽ ബാലൻസ് അവിടെ ഡിസ്റ്റർബ് ആവുന്നു. പിന്നെ ഒരുപാട് അനിമൽസിൻ്റെ, ബേർഡ്സ്, അനിമൽസൊക്കെ നാച്ചുറൽ ഹാബിറ്റേറ്റ് ആണ് ട്രീസിൽ തന്നെ താമസിക്കുന്ന ഒരുപാട് മൃഗങ്ങളുണ്ട്. അവരുടെയൊക്കെ ഇത് ഡിസ്ട്രോയ് ആവുകയാണ്. സോയിൽ ഇറോഷൻ, ഫ്ലഡ്, ഡ്രോട്ട്, അതുപോലെ അതൊക്കെ പെട്ടെന്ന് ഫ്രീക്വൻ്റ് ആയിട്ട് പെട്ടെന്ന് ഇടക്കിടക്ക് വരുന്നൊരവസ്ഥ അങ്ങനെ വരുന്നു. വാട്ടർ സൈക്കിൾ ഡിസ്റ്റർബ്ഡ് ആവുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ
നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താൽ നോട്ട്സിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതും ഒന്ന് പോസ് ചെയ്തിട്ട്. ഇനി ഹാബിറ്റേറ്റ് ഓഫ് അനിമൽസ് ഡിസ്റ്റർബ്ഡ്, അപ്പോൾ അവർ അൺപ്രൊട്ടക്റ്റഡ് ആവും, അൺകൺസേർവ്ഡ് ആവും അല്ലേ, അവർ പിന്നീട് എൻഡേഞ്ചേർഡ് ആവും, അതിനുശേഷം അവർ എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് പോവും അല്ലേ. അതാണ് അതിൻ്റെ ആൻസർ വരേണ്ടത്. ഓക്കെ, ടോപ്പ് ലെയർ ഓഫ് സോയിൽ ഈസ് എക്സ്പോസ്ഡ്. അപ്പോൾ എന്താ സംഭവിക്കുക, ടോപ്പ് ലെയർ പോലെ അവിടെ ഡെസേർട്ടിഫിക്കേഷൻ ആണ് വരിക. ഡെസേർട്ടിഫിക്കേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, അതിൻ്റെ ഡെഫിനിഷൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് നോക്കുക കേട്ടോ. മേലത്തെ ആ ഹ്യൂമസ് ആയിട്ടുള്ള നല്ല ഇതൊക്കെ പോയി താഴത്തെ റോക്കി ആയിട്ടുള്ള ഭാഗം സോയിലിൻ്റെ എക്സ്പോസ് ആകും. അങ്ങനെ ആയി പിന്നീട് അത് ഫെർട്ടൈൽ ലാൻഡ് ഗെറ്റ്സ് കൺവേർട്ടഡ് ഇൻ ടു സ്ലോലി ഗെറ്റ്സ് കൺവേർട്ടഡ് ഇൻ ടു എന്ത് ഡെസേർട്ടായി മാറും. ദാറ്റ് ഇസ് ഡെസർട്ടിഫിക്കേഷൻ അല്ലേ. വൈ ഷുഡ് വി കൺസേർവ് ബയോഡൈവേഴ്സിറ്റി? ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ബയോഡൈവേഴ്സിറ്റി എന്ന് നമ്മൾ പറയണം. വെറൈറ്റി ഓഫ് ഓർഗാനിസംസ് ആണ് അല്ലേ ബയോഡൈവേഴ്സിറ്റിയിൽ, എല്ലാം ഉണ്ട്, എല്ലാ ഓർഗാനിസംസും. അതിനെ കുറിച്ച് പറയണം. അതിന് ശേഷം എന്തിനാണ് നമ്മളത് കൺസേർവ് ചെയ്യുന്നത്? എക്കോസിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, ഫുഡ് ചെയിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓരോ ഓർഗാനിസത്തിനും അത് ചെറുതാണെങ്കിൽ പോലും അതിന് ഇമ്പോർട്ടൻ്റ് റോൾ ഉണ്ട് ഫുഡ് ചെയിനിൽ അല്ലെങ്കിൽ എക്കോസിസ്റ്റത്തിൽ. ബൈ കില്ലിങ് ദം വി ആർ ഹാർമിങ് അവർ സെൽഫ് അല്ലേ. അതുപോലെ നമ്മുടെ ഫ്യൂച്ചറിലെ സർവൈവലിന് എല്ലാം അത് ഇവരിനെ കൊന്നു കഴിഞ്ഞാൽ, കില്ല് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്ക് സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു അവസ്ഥ വരും. അപ്പോൾ അതും ജസ്റ്റ് പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കുക കേട്ടോ. ഇത് കുറേയൊക്കെ നിങ്ങൾക്ക് ഓൺവേർഡ്സിൽ തന്നെ എഴുതാവുന്നതാണ്, നോ പ്രോബ്ലം. പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് ആർ നോട്ട് കംപ്ലീറ്റ്ലി സേഫ് ഫോർ വൈൽഡ് അനിമൽസ്. വൈൽഡ് അനിമൽസ് സേഫ് അല്ല. വൈ? നമ്മളതും ഡിസ്കസ് ചെയ്തതാണ്. നൈബർഹുഡ് പീപ്പിൾസ് എൻക്രോച്ച് എന്നാണ് ആ വേർഡ് അവിടെ പറയേണ്ടത്. എൻക്രോച്ച് പറഞ്ഞാൽ അതിക്രമിച്ച് ഉള്ളിൽ കയറുമല്ലോ. അങ്ങനെ കയറി എന്താ ഹണ്ടിങ്, പോച്ചിങ് എല്ലാം ഇപ്പോഴും നടന്നു. പോച്ചിങ് എന്ന് വെച്ചാൽ കില്ലിംഗ് എന്നാണ് കേട്ടോ അർത്ഥം. സോ അപ്പോൾ വൈൽഡ് അനിമൽസ് കിൽ ചെയ്യുന്നു, പോച്ച് ചെയ്യുന്നു. സോ അതുകൊണ്ട് എന്താണ്, ദേ ആർ നോട്ട് സേഫ്. സം ട്രൈബൽസ് ആർ ഡിപ്പെൻഡിങ് ഓൺ ജംഗിൾ. വൈ? ട്രൈബൽസ് പറഞ്ഞാൽ ആദിവാസികൾ, അത് അവർ കാട്ടിൽ തന്നെയാണ് ജീവിക്കുന്നത്. അവരുടെ ബേസിക് നീഡ്സ് ഓഫ് ലൈഫ് ലൈക്ക് മെഡിസിൻ, ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ എല്ലാം ആ കാട് തന്നെയാണ് അല്ലേ. നൗ വാട്ട് ആർ ദ കോസസ് ആൻഡ് കോൺസിക്വൻസസ് ഓഫ് ഡിഫോറസ്റ്റേഷൻ? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് ഒരുപാട് പ്രാവശ്യം. ഒന്ന് പോസ് ചെയ്തിട്ട് നോക്കുക കേട്ടോ. വാട്ട് ഈസ് റെഡ് ഡാറ്റ ബുക്ക്? ഓഫ് കോഴ്സ് അതൊരു സോഴ്സ് ബുക്കാണ്. എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള അനിമൽസിനെയും പ്ലാന്റ്സിനെ കുറിച്ചിട്ട് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു സോഴ്സ് ബുക്ക് അല്ലേ. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ദ ടേം മൈഗ്രേഷൻ? മൈഗ്രേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവുക ഡ്യൂ ടു ദിസ് ക്ലൈമാറ്റിക് ചേഞ്ചസ് കാരണം അല്ലേ. അതും ഒന്ന് പോസ് ചെയ്തിട്ട് നോക്കുക കേട്ടോ. 6.1 in order to meet the ever increasing demand in factories and for shelter, trees are being continually cut. Is it justified to cut trees for such projects? No, it is not justified അല്ലേ. നമ്മുടെ നീഡ്സിന് വേണ്ടി മാത്രം ഈ ട്രീസിനെ കട്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ ട്രീസ് കൊണ്ടുള്ള ഗുണങ്ങളാണ് നമ്മളവിടെ ആൻസറിൽ പറയേണ്ടത്. അത് ഒന്നാമത് ഹാബിറ്റേറ്റ് ഓഫ് മെനി ലിവിങ് ഓർഗാനിസം അല്ലേ. അതുപോലെ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഒരു ബാലൻസ് ചെയ്യുന്നത്. ഓക്സിജൻ നമുക്ക് തരുന്നു, നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് പോകുമ്പോൾ എന്ത് ചെയ്യുന്നു, അവരത് കൺസ്യൂം ചെയ്യുന്നു. അങ്ങനെ ഗ്ലോബൽ വാർമിങ്ങും അതുപോലെ ക്ലൈമാറ്റിക് കണ്ടീഷനും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ട്രീസ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയേണ്ടത് കേട്ടോ. സോ ട്രീസ് മസ്റ്റ് ബി പ്രൊട്ടക്റ്റഡ് അല്ലേ. ഹൗ ക്യാൻ യു കോൺട്രിബ്യൂട്ട് ടു ദ മെയിൻ്റനൻസ് ഓഫ് ഗ്രീൻ വെൽത്ത് ഓഫ് യുവർ ലൊക്കാലിറ്റി? മേക്ക് എ ലിസ്റ്റ് ഓഫ് ആക്ഷൻസ് ടു ബി ടേക്കൺ ബൈ യു. സോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് എന്തായാലും ചോദിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ എന്താണ് നമ്മൾ റീഫോറസ്റ്റേഷൻ ചെയ്യുക, അതായത് കൂടുതൽ ട്രീസും സാപ്ലിങ്സും ഒക്കെ വെച്ച് പിടിപ്പിക്കുക. അതുപോലെ തന്നെ പബ്ലിക് അവയർനെസ് കൊടുക്കുക, അതായത് ട്രീസിൻ്റെ ഇമ്പോർട്ടൻസ്, അവരുടെ സിഗ്നിഫിക്കൻസ്, ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ. ഇപ്പം നമ്മൾ ഡിഫോറസ്റ്റേഷൻ സംഭവിച്ചാൽ എന്തൊക്കെ സംഭവിക്കുന്നു പഠിച്ചല്ലോ. അപ്പോൾ അതിൻ്റെ ഒക്കെ ഈ അവയർനെസ്, പബ്ലിക് അവയർനെസ് കൊടുക്കുക. പിന്നെ ഫോർബിഡൻ ചെയ്യുക, കട്ട് ചെയ്യുന്നതിനെ നമ്മൾ തടയണം. പിന്നെ പേപ്പർ നമ്മൾ റീയൂസ് ചെയ്യുക, റീസൈക്കിൾ ചെയ്യുക, സേവ് ചെയ്യുക അല്ലേ. എത്രയും പേപ്പർ സേവ് ചെയ്യുന്നു അത്രയും ട്രീസ് നമ്മൾ സേവ് ചെയ്യുന്നു അർത്ഥം അല്ലേ. എക്സ്പ്ലെയിൻ ഹൗ ഡിഫോറസ്റ്റേഷൻ ലീഡ്സ് ടു റെഡ്യൂസ് റെയിൻഫോൾ. നമുക്കറിയാം ഈ പ്ലാന്റ്സ്, ട്രീസിൻ്റെ ഒക്കെ റൂട്ട് ഈ സോയിൽ നിന്നും വെള്ളം വലിച്ചെടുത്ത് ട്രാൻസ്പിറേഷൻ എന്നൊരു പ്രോസസ്സിലൂടെ അല്ലേ എവാപ്പറേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഈ ലീഫിൽ നിന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട് ട്രാൻസ്പിറേഷൻ. ഈ ഇവാപ്പറേറ്റ് ചെയ്ത് പോയതാണ് മേലെ ക്ലൗഡ്സായി മാറുന്നത്. ക്ലൗഡ്സാണ് പിന്നീട് റെയിൻഫാൾ ആയിട്ട് മാറുന്നത് അല്ലേ. സോ ഈ ഒരു പ്രോസസ്സ് നടക്കില്ല. ട്രീസ് ഇല്ലെങ്കിൽ, പ്ലാന്റ്സ് ഇല്ലെങ്കിൽ ഈ പ്രോസസ്സ് ഒന്നും നടക്കില്ല. സോ റെയിൻഫാളിന് അത് ഒരുപാട് ഇഫക്റ്റ് ചെയ്യും അല്ലേ. 9th വൺ കളക്ട് ചെയ്യാനാണ് നാഷണൽ പാർക്ക് ഇൻ യുവർ സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഓൾറെഡി നമ്മളൊന്ന് ഡിസ്കസ് ചെയ്താണ്, സ്കെച്ച് ചെയ്യാനൊക്കെയാണ്, അത് വേണ്ട. ഓക്കെ. 10th ക്വസ്റ്റ്യൻ, വൈ ഷുഡ് പേപ്പർ ബി സേവ്ഡ്? പ്രിപ്പയർ ലിസ്റ്റ് ഓഫ് വേസ് ബൈ വിച്ച് യു ക്യാൻ സേവ് പേപ്പർ. സോ മരം കൊണ്ടാണ് നമ്മൾ പേപ്പർ
മാനുഫാക്ചർ ചെയ്യുന്നത് ട്രീസ് യൂസ് ചെയ്തിട്ടാണ്. 17 ട്രീസോളം വേണം അല്ലേ വെറും 1 ടൺ പേപ്പർ ഉണ്ടാക്കാനായിട്ട്. സോ വി നീഡ് ടു സേവ് ദിസ് പേപ്പർ, റീസൈക്കിൾ ചെയ്യണം, റീയൂസ് ചെയ്യണം. നമ്മളതിനെ വേസ്റ്റ് ചെയ്യാൻ പാടില്ല. വി ഷുഡ് നോട്ട് ത്രോ ഹിയർ ആൻഡ് ദെയർ. ഇറ്റ് ഷുഡ് ബി കളക്റ്റഡ് ആൻഡ് സെൻഡ് ഫോർ റീസൈക്ലിംഗ് അല്ലേ. ഇനി പസിലാണ്, നമുക്ക് ജസ്റ്റ് ആൻസേഴ്സ് മാത്രം പറഞ്ഞു പോവാം. സ്പീഷീസ് ഓൺ ദ വേർജ് ഓഫ് എക്സ്റ്റിൻഷൻ്റെ പക്കത്ത് നിൽക്കുന്ന ആൾക്കാരെ എന്താ പറയുക? എൻഡേഞ്ചേർഡ് സ്പീഷീസ് അല്ലേ. A book carrying information about endangered species is red data book അല്ലേ. അതും 1 word question ഷുവർ ആണ്. കോൺസിക്വൻസ് ഓഫ് ഡീഫോറസ്റ്റേഷൻ, ഒരുപാട് കോൺസിക്വൻസ് ഉണ്ട്, പക്ഷേ ഈ പസിൽ പ്രകാരം ഡെസേർട്സ് ആണ്. ഓക്കെ, സ്പീഷീസ് വിച്ച് ഹാവ് വാനിഷ് ഓൾറെഡി ഇല്ലാണ്ടായി പോയ സ്പീഷീസിനെ പറഞ്ഞാൽ എക്സ്റ്റിങ്ക്റ്റ്. സ്പീഷീസ് ഫൗണ്ട് ഓൺലി ഇൻ എ പെർട്ടിക്കുലർ ഹാബിറ്റേറ്റ്, സ്പീഷീസ് എന്നാണ് പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ്? എൻഡമിക് സ്പീഷീസ് അല്ലേ. അതുപോലെ വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്, മൈക്രോ ഓർഗാനിസം ഫൗണ്ട് ഇൻ ഏരിയ. വെറൈറ്റി ഓഫ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? ബയോ ഡൈവേഴ്സിറ്റി ആണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ. കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും ഇട്ടതെങ്കിലും കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്പ് ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ടു യുവർ ഫ്രണ്ട്സ്. അവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ആൻഡ് പ്ലീസ് സപ്പോർട്ട്. ഞാൻ നോട്ട്സ് എല്ലാം ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കുക, നിങ്ങൾ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം കേട്ടോ. So see you in the next video in the next chapter. Till then, it's me Shana signing off.